ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നീറ്റ് എക്സാമിൻ്റെ വക്കത്ത് വന്ന് നിൽക്കുകയാണ് എല്ലാവരും. പേടിയുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്, അത് മനസ്സിലാക്കുക മക്കളെ. കാര്യം ഈ ലാസ്റ്റ് മിനിറ്റിൽ എല്ലാവർക്കും പേടി ഉണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ പേടി നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാതെ നോക്കുക കേട്ടോ. അതായത് അത് നിങ്ങൾ ഓവർ പവർ ചെയ്യാതെ നോക്കുക. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് എന്തായാലും എക്സാം ഹാളിൽ കാണിക്കണമെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് എന്ന് പറയില്ല, സ്വാഭാവികമായിട്ടുള്ള പേടി കുറച്ച് കുറയ്ക്കാൻ നോക്കുക. ഓക്കെ, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പേടി ഉണ്ടാവും. ഞാൻ നാളെ എക്സാം എഴുതുമ്പോൾ എനിക്കും പേടി ഉണ്ടാവും അല്ലേ. പക്ഷെ അതൊന്ന് കുറയ്ക്കാൻ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നിങ്ങൾ പഠിച്ചത്രേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് എന്താ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും മക്കൾ. ആ ഒരു കോൺഫിഡൻസ് വേണം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് കിടക്കാം. GIB 12 കെമിസ്ട്രി ഡിസ്കഷൻ. എല്ലാവരും നോക്കടാ കൂട്ടാ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കറക്റ്റ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ കറക്റ്റ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് എമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. അപ്പം നിങ്ങൾക്കറിയാം, എല്ലാവരും നോക്കുക, ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബേസിക് strength is directly proportional to presence of electron donating group and inversely proportional to presence of electron withdrawing group. Electron donating group എന്ന് പറയുമ്പോൾ it can be plus I group, അല്ലെങ്കിൽ it can be plus M group, അല്ലെങ്കിൽ plus H group, അതായത് ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ടീംസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ലൈക്ക് -I group or -M group. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക മക്കളെ, അനിലീൻ ഉണ്ട്. അനിലീന് ബേസിക്കലി എക്സ്ട്രാ ഗ്രൂപ്പ്സ് ഒന്നും അറ്റാച്ച്ഡ് അല്ല. ആകെ ഒരു NH2 ഗ്രൂപ്പേ ഉള്ളൂ, നമ്മുടെ ബേസിക് ഗ്രൂപ്പായ NH2. അതിനേലും എന്തുകൊണ്ടും ബേസിക് ആയിരിക്കും പാരാ പൊസിഷനിൽ CS3 അറ്റാച്ച്ഡ് ആണെങ്കിൽ. കാര്യം എന്താണ്? CH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. എന്തുവഴി? ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ടീംസ് ആണ് CH3 അല്ലെ. ഹൈപ്പർ കോൺജുഗേഷൻ വഴിയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്, അറിയാലോ മക്കളെ. ഹൈപ്പർ കോൺജുഗേഷൻ വഴിയാണ് CH3 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അത് അറിയാത്തവർക്കായിട്ട് സാർ ഇവിടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ CH3 അറ്റാച്ച് ടു ബെൻസീൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം. എന്തുകൊണ്ടാണ് ഹൈപ്പർ കോൺജുഗേഷൻ വഴി എന്ന് പറയുന്നത്? +H ഗ്രൂപ്പാണ് CH3 ശരിക്കും. അതായത് ബേസിക്കലി എല്ലാവരും നോക്കുക, ഈ 2 ഇലക്ട്രോണിന് ഓക്കെ, ദീസ് 2 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വിൽ ബി ഇൻ ഹൈപ്പർ കോൺജുഗേഷൻ വിത്ത് ഈ ഒരു സിസ്റ്റം. ബേസിക്കലി ഹൈപ്പർ കോൺജുഗേഷനല്ലേ, അതായത് ഈ കാർബൺ ഡബിൾ ബോണ്ടിന്റെ ആൽഫ കാർബൺ ആണല്ലോ ഈ കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ആൽഫ കാർബൺ ആണല്ലോ ഈ കാർബൺ. ആ ആൽഫ കാർബണിന്റെ ഹൈഡ്രജൻ ആണല്ലോ ഈ ഹൈഡ്രജൻ. സോ ബേസിക്കലി ഈ സിസ്റ്റം ഹൈപ്പർ കോൺജുഗേഷനിലല്ലേ. അപ്പോൾ ഈ 2 ഇലക്ട്രോണിന് ഇങ്ങോട്ട് വന്നിട്ട് ഈ പൈ ബോണ്ടിന് ഇങ്ങോട്ട് പോയിക്കൂടെ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ നെഗറ്റീവ് ചാർജ് നേരെ എങ്ങോട്ടാണ് പോയത്? അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ അല്ലേ. അപ്പം ഇതാണ് ബേസിക്കലി +H ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു നോ ബോണ്ട് സ്ട്രക്ചർ വരും, കനോണിക്കൽ സ്ട്രക്ചർ. അപ്പം ഞാനിത് വരച്ച് കാണിക്കാൻ കാര്യം ജസ്റ്റ് ടു മേക്ക് യു ഗൈസ് ക്ലിയർ. ചിലർ വിചാരിച്ചിരിക്കുന്നത് CH3 അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വഴി മാത്രം ബെൻസീനിലേക്ക് ഇലക്ട്രോൺസിനെ തള്ളുന്ന ഗ്രൂപ്പാണ്. അല്ല, അവർ ഹൈപ്പർ കോൺജുഗേഷൻ വഴി ബെൻസീനിലേക്ക് ഇലക്ട്രോൺസിനെ തള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും നോക്കുക മക്കളെ. എന്നിട്ട് ഈ നെഗറ്റീവ് ചാർജ് നേരെ പാരാ പൊസിഷനിലേക്കും പോകും, അടുത്ത ഓർത്തോ പൊസിഷനിലേക്കും പോകും. സോ ഇറ്റ് ഇസ് എ +H ഗ്രൂപ്പ്. ഹൈപ്പർ കോൺജുഗേഷൻ വഴിയാണ് ഇലക്ട്രോൺസിനെ ബെൻസീൻ റിങ്ങിലേക്ക് തള്ളുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതെന്തായാലും അനിലീനേലും ബേസിക് ആണ്. നെക്സ്റ്റ് നമുക്ക് ഓർത്തോ നൈട്രോ അനിലീനും പാരാ നൈട്രോ അനിലീനും ഉണ്ട്. അതിൽ ഡെഫിനറ്റ്ലി പാരാ നൈട്രോ അനിലീൻ വിൽ ബി മോർ ബേസിക് ദാൻ ഓർത്തോ നൈട്രോ അനിലീൻ. പാരാനൈട്രോ അനിലീൻ ഇസ് മോർ ബേസിക് ദാൻ ഓർത്തോ നൈട്രോ അനിലീൻ. കാര്യം എന്താണ് മക്കളെ? NO2 എന്തായാലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ 2 ആശാമാരും പാരാനൈട്രോ അനിലീനും ഓർത്തോ നൈട്രോ അനിലീനും അനിലീനേലും ലെസ് ബേസിക് ആയിരിക്കും. കാര്യം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ തന്നെ ഓർത്തോ നൈട്രോ അനിലീൻ ഏറ്റവും കുറവായിരിക്കും. കാര്യം എന്താണ്? NO2യുടെ -M ഇഫക്റ്റും -I ഇഫക്റ്റും ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ട്, ഏറ്റവും ഹയർ ആയിട്ട് ഓർത്തോ ഗ്രൂപ്പിലായിരിക്കും വരിക അല്ലേ. -M ഇഫക്റ്റ് പാരാ ഗ്രൂപ്പിലും ഉണ്ട്, പാരാ പൊസിഷനിലും ഉണ്ട്, ഓർത്തോ പൊസിഷനിലും ഉണ്ട്. പക്ഷെ -I
അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഈ NH2 ഗ്രൂപ്പിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് NO2 അറ്റ് ഓർത്തോ പൊസിഷൻ വഴിയായിരിക്കും. NO2 അറ്റ് പാരാ പൊസിഷൻ വഴി -M ഉണ്ട് -I ഉണ്ട്. പക്ഷേ ഈ -M രണ്ടിടത്തും കോമൺ ആണ്. പക്ഷേ ഈ -I കുറച്ചും കൂടി സ്ട്രോങ്ങർ എവിടെയാണ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുതൽ സ്ട്രോങ്ങർ ആവുന്നത് ഡിസ്റ്റൻസ് ക്ലോസ് ആവുമ്പോഴാണ്. അപ്പോൾ ഇവിടെയാണ് NO2ന്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് -I ഇഫക്റ്റ് കുറച്ചും കൂടി സ്ട്രോങ്ങർ. അതുകൊണ്ട് തന്നെ ഈ ലോൺ പെയറിനെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ വരാൻ പോകുന്നത് 4 അല്ലേ? ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 4 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Among the oxides given below, how many of them are acidic oxides? ഇവിടെ മനസ്സിലാക്കുക, MnO എന്ന് പറയുന്നത് ബേസിക് ഓക്സൈഡ് ആണ്. CO2 ആസിഡിക് ഓക്സൈഡ് ആണ്. നിങ്ങൾക്കറിയാം CO2 വെള്ളത്തിലിട്ടാൽ കാർബോണിക് ആസിഡ് കിട്ടും. അതേപോലെ തന്നെ NO2 ആസിഡിക് ആണ്. NO2 വെള്ളത്തിലിട്ടാൽ HNO3 കിട്ടും. N2O5 ആസിഡിക് ആണ്. ആസിഡിക് ആണ്. കാർബൺ മോണോക്സൈഡ് ആൻഡ് N2O ഇവന്മാർ രണ്ടുപേരും ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? അവർ അസിഡിക്കും അല്ല, ബേസിക്കും അല്ല, ആംഫോട്ടറിക്കും അല്ല. ഓക്കെ, ആസിഡിക്കും അല്ല, ബേസിക്കും അല്ല, ആംഫോട്ടറിക്കും അല്ല. അതായത് ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് നിങ്ങൾ വെള്ളത്തിലിടുക, നിങ്ങൾക്ക് ആസിഡോ ബേസോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതേപോലെ കാർബൺ മോണോക്സൈഡ് ഒരു ആസിഡായിട്ട് റിയാക്ട് ചെയ്യാനും പോകുന്നില്ല, ഒരു ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു അസിഡിക് ഓക്സൈഡ്, ഇപ്പോൾ CO2 എന്ന് പറയുന്ന അസിഡിക് ഓക്സൈഡ്, അതൊരു ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യും ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ആസിഡിക് പ്രോപ്പർട്ടീസ്. അല്ലേ മക്കളെ? ഫൈൻ. സോ എല്ലാവരും നോക്കുക, ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഓഫ് ദം ആർ ആസിഡിക് ഓക്സൈഡ്സ് എന്നാണ്. ഹൗ മെനി ഓഫ് ദം ആർ ആസിഡിക് ഓക്സൈഡ്സ്? 1, 2, 3 ആസിഡിക് ഓക്സൈഡ്സ് ആണ്. 3 ആസിഡിക് ഓക്സൈഡ്സ് ആണ്. സോ ബേസിക്കലി 2 വിൽ ബി ദി ആൻസർ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഈ ആസിഡിക് ഓക്സൈഡ്സ്, ബേസിക് ഓക്സൈഡ്സ്, ആംഫോട്ടറിക് ഓക്സൈഡ്സ്, ന്യൂട്രൽ ഓക്സൈഡ്സ് പല സ്റ്റുഡൻസിനും കൺഫ്യൂഷനാണ്. ഏതൊക്കെയാണ് ആസിഡിക് ഓക്സൈഡ്സ്, ബേസിക് ഓക്സൈഡ്സ്? സോ അതൊന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ സിലബസിലുള്ള, നിങ്ങളുടെ NCERT സിലബസിൽ പറയുന്ന കംപ്ലീറ്റ് ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആസിഡിക് ഓക്സൈഡ്സ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് 13 B2O3 ഉണ്ട്, ഗ്രൂപ്പ് 14 CO2 ഉണ്ട്, SiO2 ഉണ്ട്, GeO2 ഉണ്ട്, GeO ഉണ്ട്. ഇതൊക്കെ ഗ്രൂപ്പ് 14 ഗ്രൂപ്പ് 15 നൈട്രജൻ ഗ്രൂപ്പിൽ N2O3 ഉണ്ട്, NO2 ഉണ്ട്, N2O4 ഉണ്ട്, N2O5 ഉണ്ട്. ഇതൊക്കെ ആസിഡിക് ഓക്സൈഡ്സ് ആണ്. അതേപോലെ D ബ്ലോക്ക് എലമെന്റ്സിൽ Mn2O7 ഉണ്ട്, CrO3 ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ NCERT ഉള്ളതാണ്. അതേപോലെ ബേസിക് ഓക്സൈഡ്സ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 13 IN2O3 ഉണ്ട്, ഇന്ത്യത്തിൻ്റെ ഉണ്ട്, താലിയത്തിൻ്റെ ഉണ്ട്, IN2O3, Tl2O3. അതേപോലെ തന്നെ ഗ്രൂപ്പ് 14 ആരുമില്ല. ഗ്രൂപ്പ് 15 Bi2O3 ഉണ്ട്, Bi2O3 ഉണ്ട് ബിസ്മത്തിന്റെ. അതേപോലെ D ബ്ലോക്ക് എലമെന്റ്സിൽ V2O3 ഉണ്ട്, V2O4 ഉണ്ട്, CrO ഉണ്ട്, MnO ഉണ്ട്, ബേസിക് ഓക്സൈഡ്സ്. അതേപോലെ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എടുക്കുകയാണെങ്കിൽ Al2O3, Ga2O3, SnO2, PbO2, SnO, PbO, As2O3, Sb2O3, B2O5 ആൻഡ് Cr2O3. ഇവരൊക്കെ ആംഫോട്ടറിക് ഓക്സൈഡ്. പിന്നെ ന്യൂട്രൽ ഓക്സൈഡ്സ് കാർബൺ മോണോക്സൈഡ്, ഡൈനൈട്രജൻ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്. ഈ ലിസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി മക്കളെ. കുറച്ച് പാടായിരിക്കും, പക്ഷെ ഓർത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. എസ്പെഷ്യലി ആംഫോട്ടറിക് ഓക്സൈഡ്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ സ്ഥിരം വരാറുള്ളതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക മക്കളെ, പുഷ്പം പോലെ മാർക്ക് കിട്ടും. സോ 52nd ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 2 ആണ് കേട്ടോ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ആസിഡിക് ഓക്സൈഡ്സ് ഇൻ ദ ലിസ്റ്റ് ഇസ് 3. നെക്സ്റ്റ്, ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ കോമ്പൗണ്ട്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. CH2 ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അതേപോലെ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, CH3 ഉണ്ട്. എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് മക്കളെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. മക്കളെ മനസ്സിലാക്കുക, ഒരു പൈ ബോണ്ട് എടുക്കുമ്പോൾ, ഒരു ഡബിൾ ബോണ്ട് എടുക്കുമ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് സിഗ്മ ബോണ്ട്, രണ്ടാമത്തെ പൈ ബോണ്ടാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 12 സിഗ്മ ബോണ്ടും എത്ര പൈ ബോണ്ടും ഉണ്ട്? 1, 2 പൈ ബോണ്ടും, 12 സിഗ്മ ബോണ്ട്സ് ആൻഡ് 2 പൈ ബോണ്ട്സ്, 53, 2 ആണ് കേട്ടോടാ മക്കളെ ആൻസർ. 53, 2 ആണ് കേട്ടോ കുട്ടന്മാരെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ഹാലൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 13 എലമെന്റ്സ് ഇൻ കറക്റ്റ് ഓർഡർ ഓഫ് ലൂയിസ് ആസിഡ് സ്ട്രെങ്ത്. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് 13 ഹാലൈഡ്സിന്റെ ലൂയിസ് ആസിഡ് സ്ട്രെങ്ത് decreases as we go down. So boron, aluminium, gallium, indium, thallium അല്ലേ. അപ്പോൾ മേളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ
ലൂയിസ് ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസസ്. ഇത് വെണ്ടക്ക അക്ഷരത്തിൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ 54 1 ആണ് ആൻസർ വരിക. നെക്സ്റ്റ്, given below are two statements. To determine the solubility of a solute in water, a solution must be prepared that is unsaturated. മക്കളെ, solubility എന്ന് വെച്ചാൽ എന്താ? മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട് അല്ലേ ഇൻ എ സോൾവെന്റ്. അപ്പൊ സോല്യൂബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാച്ചുറേഷൻ വരെയും സൊല്യൂട്ടിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? സാച്ചുറേഷൻ പോയിന്റിലെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലെ കോൺസെൻട്രേഷൻ ആണല്ലോ സോല്യൂബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു 1 ലിറ്റർ വെള്ളം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തു, അതിലേക്ക് ഞാൻ NaCl ആഡ് ചെയ്യുകയാണ്. ലെറ്റസ് ഒരു 10 ഗ്രാം ആഡ് ചെയ്തപ്പോൾ സാച്ചുറേറ്റഡ് ആയി. അപ്പം എനിക്ക് മനസ്സിലായി 10 grams പെർ ലിറ്റർ ഇസ് ദ മാക്സിമം കോൺസെൻട്രേഷൻ. ഒരു ലിറ്ററിൽ ഓഫ് വാട്ടറിൽ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് NaCl ഇസ് ബേസിക്കലി 10 grams പെർ ലിറ്റർ. അപ്പം അത് സാച്ചുറേഷൻ വരെയും സൊല്യൂട്ടിനെ നിറയ്ക്കണം, എന്നാലല്ലേ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നമ്മൾ എങ്ങനെ സൊല്യൂബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? സാച്ചുറേഷൻ എത്തുമ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ ആണ് സോല്യൂബിലിറ്റി. സാച്ചുറേഷൻ എത്തുമ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ ആണ് സോല്യൂബിലിറ്റി. മനസ്സിലായോ? നെക്സ്റ്റ്, ഫോർ എൻ ഐഡിയൽ ബൈനറി സൊല്യൂഷൻ കണ്ടെയ്നിങ് 2 liquids A and B, AB interaction, അതായത് സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻസ് ആർ സിമിലർ ടു AA and BB interactions. അത് കറക്റ്റ് അല്ലേ മക്കളെ? ഐഡിയൽ സൊല്യൂഷൻസിന്റെ പ്രോപ്പർട്ടി തന്നെ അതല്ലേ? Solvent solute interaction is the same as solute solute and solvent solvent interaction. So basically statement 1 is false but statement 2 is true. അപ്പോൾ basically 1 അല്ലേടാ കുട്ടന്മാരെ ആൻസർ വരിക? 1 അല്ലേ മക്കളെ ആൻസർ വരിക? 55ന്റെ ആൻസർ 1 ആണ് കേട്ടോ. നെക്സ്റ്റ്, the decomposition of NH3 on platinum surface is zero order reaction. Calculate the rate of production of N2 and H2 if K is equal to 2.5 into 10 power minus 4. ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന റിയാക്ഷൻ എന്താണ്? 2NH3 giving you N2 plus 3H2. ഓക്കെ, 2NH3 giving you N2 plus 3H2. അപ്പം ഞാൻ ഇതിൻ്റെ റേറ്റ് എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്തായിരിക്കും? മൈനസ് DNH3 by 2 dt will be equal to dN2 by dt. കാരണം സ്റ്റോക്കിയോമെട്രിക് കോഷ്യന്റ് നൈട്രജൻ 1 ആണ്. will be equal to dH2 by 3 dt. സമ്മതിച്ചോ മക്കളെ? റെഡിയാണോ? ഇനി നമുക്കറിയാം ഇത് സീറോ ഓർഡർ റിയാക്ഷൻ ആണ് തന്നിട്ടുണ്ട്. സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് is equal to K into concentration of reactant the whole power 0. That means rate is equal to rate constant. അപ്പോൾ ഈ റേറ്റിനെ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. എന്നിട്ട് ആ റേറ്റ് കോൺസ്റ്റന്റ് 2.5 into 10 power minus 4 ആണ് തന്നിട്ടുണ്ട്. 2.5 into 10 power minus 4 ആണ് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് N2 and H2. അപ്പൊ dN2 by dt ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. dN2 by dt 2.5 into 10 power minus 4ഉം dH2 by dt എന്ന് പറയുമ്പോൾ ഈ 3നെ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. ദാൽ ബി 7.5 into 10 power minus 4ഉം കിട്ടും. പക്ഷെ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് N2 dN2 by dt is equal to 2.5 into 10 power minus 4. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ ഇവിടെ എവിടെയാ തെറ്റിയിരിക്കുന്നത്? നമുക്ക് തെറ്റിയതല്ല മക്കളെ. ബേസിക്കലി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ മൾട്ടിപ്പിൾ വേസ്. പല രീതിയിൽ എഴുതാം, പല സ്റ്റോക്കിയോമെട്രിക് കോഷ്യൻസ് വെച്ചിട്ടും എഴുതാം. എനിക്കിപ്പോൾ ഇതേ റിയാക്ഷനെ തന്നെ ഇങ്ങനെയും എഴുതാൻ പറ്റും. യൂഷ്വലി ഇത്തരം ക്വസ്റ്റ്യൻസിൽ അവർ റിയാക്ഷൻ തരേണ്ടതാണ്. ഇനിയിപ്പോൾ ഇവിടെ റിയാക്ഷൻ തന്നിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം ഇത് വെച്ച് ട്രൈ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? ഓപ്ഷൻസ് മാച്ച് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ അടുത്ത ബാലൻസ്ഡ് ഇക്വേഷൻ എടുക്കുകയാണ്. അതായത് ദ നെക്സ്റ്റ് കോമൺലി റിട്ടൺ ബാലൻസ്ഡ് ഇക്വേഷൻ, അതായത് NH3 ഗിവിങ് യു half N2 plus 3/2 H2. അപ്പം ഇതിൻ്റെ റേറ്റ് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ? റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് DNH3 by dt. കാര്യം ഇവിടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് NH3 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു
which is equal to 2dn2 by dt. എങ്ങനെ 2dn2 by dt എന്ന് കിട്ടിയത്? കാര്യം സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 വെച്ചിട്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1/2 2 മേളിലേക്ക് പോകും. നെക്സ്റ്റ് which is equal to 2/3 of dh2 by dt. 2/3 of dh2 by dt. എങ്ങനെ 2/3 കിട്ടിയത്? കാര്യം സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് 3/2 ആ. അപ്പൊ റേറ്റ് ഇസ് ഈക്വൽ ടു dh2 by 3/2 dt. 3/2 ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ അത് 2/3 ആവും. ദിസ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ബിക്കോസ് റേറ്റ് ഇസ് ഈക്വൽ, ഇത് സീറോ ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ 2.5 into 10 power minus 4. 2.5 into 10 power minus 4. ഇനി ഇതിൽ നിന്ന് നമുക്ക് dn2 by dt കിട്ടും. dn2 by dt is equal to, ഈ 2നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 2.5 divided by 2, that is equal to 1.25 into 10 power minus 4. 1.25 into 10 power minus 4. ഭാഗ്യത്തിന് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, 1.25 into 10 power minus 4. അതേപോലെ തന്നെ dh2 by dt എത്രയായിരിക്കും? dh2 by dt എത്രയായിരിക്കും? dh2 by dt will be equal to, ഈ 3നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക, 2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക, 3.75 കിട്ടും. ഓക്കെ, 3.75 into 10 power minus 4. 3.75 into 10 power minus 4. ഭാഗ്യത്തിന് ഈ രണ്ട് ഓപ്ഷൻസും നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഏതാണ് മക്കളെ? ഓപ്ഷൻ 1. റെഡിയാണോ? റെഡിയാണോടാ? സോ 56th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ റേറ്റ് ഇക്വേഷൻ, ഇപ്പോൾ റേറ്റിൻ്റെ ഈ ഒരു ഫോം എഴുതിയിട്ട് അതിനെ നമ്മൾ റേറ്റ് ലോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമല്ലോ, K into concentration. Always understand that depends upon, a connection depends upon the stoichiometric coefficient. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ റേറ്റ് ഇസ് മൈനസ് dns3 by 2 dt which is equal to dn2 by dt which is equal to dh2 by 3 dt. That is equal to K. K എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീറോ ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് that is equal to the rate. അല്ലെ, റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് എന്ന് നമുക്കറിയാം. റേറ്റ് ഇസ് ഈക്വൽ ടു, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ദ ഹോൾ പവർ 0. കാര്യം സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ആ റേറ്റിൻ്റെ ഇക്വേഷൻ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഫോർമാറ്റിലും വരാം. ഇപ്പോൾ യൂഷ്വലി ഇത്തരം ക്വസ്റ്റ്യൻസിൽ അവർ റിയാക്ഷൻ തരാറുണ്ട്, പക്ഷെ ഇവിടെ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ക്ലൂ കിട്ടി ഓൾറെഡി. കാര്യം നമ്മൾ ഇത് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന റിയാക്ഷൻ 2NH3 ഗിവിങ് യു N2 + 3H2 എന്ന് എഴുതിയിട്ട് നമുക്ക് കിട്ടിയ ആൻസറും ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ അടുത്ത കോമൺലി യൂസ്ഡ് എന്താ പറയുക, സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് എ ബെസ്റ്റ് വേ ടു അപ്രോച്ച്. നെക്സ്റ്റ്, for the equilibrium in a closed vessel, PCl5 giving you PCl3 plus Cl2, Kp is found to be double of Kc. This is at temperature attained when? That means temperature at which Kp is equal to double of Kc. നമുക്കറിയാം Kp, അവർ പറഞ്ഞിട്ടുണ്ട് Kp is equal to 2 Kc എന്ന്. പക്ഷെ Kpക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, Kc RT raised to delta Ng. ഇവിടെ ഡെൽറ്റ Ng എത്രയാണ് മക്കളെ? പ്രോഡക്റ്റ് സൈഡിൽ 2 ഗ്യാസ് മോൾസ് ഉണ്ട്, റിയാക്ടൻ സൈഡിൽ 1 ഗ്യാസ് മോളേ ഉള്ളൂ. സോ ബേസിക്കലി ഡെൽറ്റ Ng വിൽ ബി ഈക്വൽ ടു 1 അല്ലേ? ഡെൽറ്റ Ng 1 ആയിരിക്കും. പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്, റിയാക്ടൻ സൈഡിൽ 1 എണ്ണം ഉണ്ട്. അപ്പോൾ Kc ക്യാൻസൽ ആയി പോകും. സോ RT ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. RT ഇസ് ഈക്വൽ ടു 2. സോ ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 2/R. റിക്വയർഡ് ടെമ്പറേച്ചർ ഇസ് 2/R. ഈ ആറിനെ നമുക്ക് 0.0821 കൊടുക്കാം. 0.0821 which is 1/12. 0.0821 ഓൾമോസ്റ്റ് 1/12 ആയിട്ട് എടുക്കാം. അപ്പോൾ ബേസിക്കലി 12 മേളിലേക്ക് പോകും. 2 into 12 that is equal to close to 24 വരും. 24ന് അടുത്തായിരിക്കും ആൻസർ വരാൻ പോകുന്നത്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 24 കേട്ടോ. റാൻഡം ആയിട്ട് 0.0821 റാൻഡം ആയിട്ടല്ല, അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ 1/12 എടുക്കാം. സോ ക്ലോസ് ടു 24 വരും. സോ 24ൻ്റെ അടുത്തുള്ള ഓപ്ഷൻ എടുക്കുക, ദാറ്റ് ഇസ് 3. റെഡിയാണോ മക്കളെ? റെഡിയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The transition metal ion that has spin only magnetic moment value of 5.92. മക്കളെ, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ എന്താണ്? √n into n+2 അല്ലേ? അത് 5.92 വരണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ 5 ആയിരിക്കണം. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 5 ആയിരിക്കണം.
നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 5 ആയിട്ടുള്ളത് ആരാണ്? Mn2+. കാര്യം നിങ്ങൾക്കറിയാം മാംഗനീസിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? മാംഗനീസിൻ്റെ കോൺഫിഗറേഷൻ 4s2 3d5 ആണ്. അപ്പോൾ Mn2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. എവിടെ നിന്ന്? നിങ്ങൾക്ക് തോന്നിയ സ്ഥലത്തു നിന്നല്ല, വാലൻസ് ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അതായത് 4sൽ നിന്ന് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. സോ ബേസിക്കലി കോൺഫിഗറേഷൻ ബിക്കംസ് 3d5. 3d5 എന്ന് പറയുമ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് വരും അല്ലേ? സോ 58th വണ്ണിൻ്റെ ആൻസർ 1 ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. The radius of first Bohr orbit of hydrogen atom is 0.529 and the radius of the third orbit of He+ will be. റേഡിയസിൻ്റെ ഫോർമുല എന്താണ്? A0n²/z. ഇതാണ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. A0ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.529 ഇൻറ്റു n² എത്രയാണ്? തേർഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n² will be 3² divided by z, atomic number of helium എത്രയാണ്? 2. So 0.529 into 9/2 that is equal to 2.380 വരും. 2.380. 59ൻ്റെ ആൻസർ വരുന്നത് 2.380 ആണ് കേട്ടോ. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. C5H10Cl2 plus NaOH giving you C5H10O. B is an aldehyde with no alpha hydrogen, thus AS. എയുടെ സ്ട്രക്ചറാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ 1 നോക്കാം. CH3 thrice CHCl2. എല്ലാവരും നോക്കുക. CH3 thrice CH3 thrice CHCl2. ഇവനെ ഞാൻ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. 2 Cl-നെയും OH റീപ്ലേസ് ചെയ്യും. 2 Cl-നെയും OH റീപ്ലേസ് ചെയ്യും അല്ലേ? 2 Cl-നെയും OH റീപ്ലേസ് ചെയ്യും. നമുക്ക് ഒരു ജെമിനൽ ഡയോൾ കിട്ടും. ബട്ട് യു നോ ജെമിനൽ ഡയോൾസ് ആർ എക്സ്ട്രീംലി അൺസ്റ്റേബിൾ ആണ്. ഇവൻ ഉടനടി എന്ത് ചെയ്യും? ഒരു വാട്ടർ മോളിക്യൂൾ അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്കവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കിട്ടും അല്ലേ? സോ യു വിൽ ഗെറ്റ് ഈ ഒരു ആൽഡിഹൈഡ് കിട്ടും. ആൻഡ് ഈ ഒരു ആൽഡിഹൈഡിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ മക്കളെ? ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ ആൽഫ കാർബൺ ആണ് ഈ കാർബൺ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ആൽഫ ഹൈഡ്രജൻ ഇല്ല. സോ ബേസിക്കലി അത് തന്നെയല്ലേ ആൻസർ വരിക. 1 ആണ് ആൻസർ വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2, 3, 4 ചെയ്ത് നോക്കാം മക്കളെ. ഇതിൽ 1 ആയിരിക്കും ആൻസർ. കാര്യം വി നീഡ് an aldehyde with no alpha hydrogen. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are some compounds. CH3OH, CH2OH, acetone തന്നിട്ടുണ്ട്. അതേപോലെ propan 2 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ butane തന്നിട്ടുണ്ട്. Which of the above compounds on being warmed with iodine solution and NaOH will give iodoform? iodoform ടെസ്റ്റ് തരുന്ന ആരാണ്? iodoform ടെസ്റ്റ് തരുന്ന ബേസിക്കലി കാർബണിൽ കോമ്പൗണ്ട്സ് വിത്ത് CH3 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് അല്ലേ? അതേപോലെ തന്നെ എത്തനോൾ തരും. എത്തനോൾ ക്യാൻ ഗിവ് iodoform. അതേപോലെ തന്നെ സെക്കൻഡറി ആൽക്കഹോൾസ് വിത്ത് CH3 ഗ്രൂപ്പ് അറ്റാച്ച്ഡ്. എത്തനോൾ ആൻഡ് ദെൻ കാർബണിൽ കോമ്പൗണ്ട്സ് വിത്ത് CH3 ഗ്രൂപ്പ് അറ്റാച്ച്ഡ്. ഇവന്മാർ 3 പേരും iodoform ടെസ്റ്റ് തരും. അപ്പം ആദ്യത്തെ നമുക്ക് നോക്കാം. മെത്തനോൾ തരുമോ? ഇല്ല, മെത്തനോൾ തരില്ല. എത്തനോൾ തരുമോ? തരും. അസറ്റോൺ തരുമോ? തരും. അതേപോലെ തന്നെ ഈ ഡി നോക്കിക്കേ, പ്രൊപ്പൻ 2 തരും. കാര്യം എന്താണ്? ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ വിത്ത് CH3 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. സോ ഇവനും തരും. ബ്യൂട്ടൈൻ തരുമോ? ഇല്ല. സോ B, C ആൻഡ് D 1 ആണ് ആൻസർ ആയിട്ട് വരിക. 61ന്റെ ആൻസർ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements is incorrect? Boron shows only +3 oxidation state while all other elements of group 13 shows +1 as well as +3. Correct. NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോറോൺ +3 ആണ് കാണിക്കുന്നത്. ബാക്കി എല്ലാത്തിനും +1, +3 കാണിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കറിയാം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി താഴത്തോട്ട് പോകുന്തോറും കൂടും. +3യുടെ സ്റ്റെബിലിറ്റി താഴത്തോട്ട് പോകുന്തോറും കുറയും ബിക്കോസ് ഓഫ് ഇനേർട്ട് പെയർ എഫക്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റെബിലിറ്റി ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. തെറ്റല്ലടാ. സ്റ്റെബിലിറ്റി ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ബിക്കോസ് ഓഫ് ഇനേർട്ട് പെയർ എഫക്ട്.
അപ്പോൾ ഇവിടെ 2 ആണ് ആൻസർ ആയിട്ട് വരിക. കാര്യം അവർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 3 നോക്കാം. കോമ്പൗണ്ട് ഓഫ് Ti1 ഷോസ് ഗ്രേറ്റ് റിസംബ്ലൻസ് വിത്ത് ആൽക്കലി മെറ്റൽസ്. കറക്റ്റ് അല്ലേ? കാര്യം Ti1 എന്ന് പറയുമ്പോൾ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാ? +1 ആണ്. സോ ഇറ്റ് റിസംബിൾസ് ആൽക്കലി മെറ്റൽസ്. അലൂമിനിയം ട്രൈക്ലോറൈഡ് occurs as dimeric structure. It exists as dimer അല്ലേ? AlCl3 രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ട് Al2Cl6 ഫോം ചെയ്യും അല്ലേ? ഫൈൻ. സോ ഇവിടെ ആൻസർ വരുന്നത് 2 ആണ് കേട്ടോ. 2 will be the answer. Next, first ionization enthalpy of aluminium is lower than that of magnesium. അതെ, കറക്റ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണ്? നമ്മളിപ്പോൾ അലൂമിനിയത്തിൻ്റെ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ, വാലൻഷ്യൽ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ 3s2 3p1 ആണ് അല്ലേ? മഗ്നീഷ്യത്തിൻ്റെയോ? മഗ്നീഷ്യത്തിൻ്റെ 3s2 ആണ് അല്ലേ? 1s2 2s2 2p6 3s2 അതാണ് മഗ്നീഷ്യം. അലൂമിനിയം ആണെങ്കിൽ 3s2 3p1. അപ്പോൾ മഗ്നീഷ്യത്തിൽ നിന്നൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ അത് 3sൽ നിന്ന് റിമൂവ് ചെയ്യണം. അലൂമിനിയത്തിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അത് 3pയിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം 3s എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ളതാണ്. അതായത് s ഓർബിറ്റൽസ് ആർ ക്ലോസർ. തൊട്ടടുത്തെന്ന് ഉദ്ദേശിക്കുന്നത് 3pനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3s കുറച്ചും കൂടി ക്ലോസറാണ്. അപ്പോൾ ബേസിക്കലി അതുകൊണ്ടാണ് ഇവിടെ ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിലും കുറച്ചും കൂടെ പാടായിരിക്കും. ഇതേ ലോജിക്ക് തന്നെയാണ് നിങ്ങൾക്കറിയാം ബെറീലിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബോറോൺ. കാര്യം ബോറോൺ ബെറീലിയത്തിന്റെ റൈറ്റ് സൈഡിലാണെങ്കിലും പീരിയോഡിക് ടേബിളിൽ ബെറീലിയത്തിന്റെ ഈസ് ഗ്രേറ്റർ ദാൻ ബോറോൺ. കാര്യം എന്താണ്? ബെറീലിയത്തിന്റെ കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. ബോറോണിന്റെ 1s2 2s2 2p1 ആണ്. അപ്പം അതേ ലോജിക്ക് തന്നെ അലൂമിനിയത്തിലേക്കും മഗ്നീഷ്യത്തിലേക്കും പോകും. അപ്പോൾ ഇറ്റ് ഈസ് ഈസിയർ ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം അൺപെയർഡ് 3p1 ദാൻ ഫ്രം പെയർഡ് 3s2. ഓക്കെ, സോ 63 ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, എലിമിനേഷൻ ഓഫ് ബ്രോമിൻ ഫ്രം 2-bromobutane in presence of alcoholic KOH. 2-bromobutane എന്ന് പറയുമ്പോൾ 2-bromobutane എന്ന് പറയുമ്പോൾ ഇതാണ് 2-bromobutane. 2-bromobutaneന്റെ എലിമിനേഷൻ വിത്ത് ആൽക്കഹോളിക് KOH നടത്തുകയാണെങ്കിൽ മേജർ പ്രോഡക്റ്റ് എന്താണ്? ഇവിടുന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്യാം, ഈ ബീറ്റ ഹൈഡ്രജനെ റിമൂവ് ചെയ്യാം, ഈ ബീറ്റ ഹൈഡ്രജനെ റിമൂവ് ചെയ്യാം. ബട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ മോസ്റ്റ് സ്റ്റേബിൾ ആൽക്കീനാണ് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുക അല്ലേ? അപ്പോൾ ഈ ബീറ്റ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് butene ആസ് എ പ്രോഡക്റ്റ്. ഇതായിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. മറ്റേ പ്രോഡക്റ്റും ഫോം ചെയ്യും, പക്ഷെ അത് മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും. കാര്യം ഇവർ ചോദിച്ചിട്ടുണ്ട്, ഓപ്ഷൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രീഡോമിനൻ്റ്ലി butene എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രീഡോമിനൻ്റ്ലി butene. സോ അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 64ന്റെ ആൻസർ 2 ആയിരിക്കും. ഓക്കെ ആണോ? റെഡി ആണോടാ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ തേർഡ് ഓർഡർ റിയാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് എ സിംഗിൾ റിയാക്ടന്റ്. അതായത് ഒരു സിംഗിൾ റിയാക്ടന്റ് ഉണ്ട്, എ ഗിവിങ് യു ബി, ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്. അതിൽ തേർഡ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ദ ഹോൾ പവർ 3. If the concentration of the reactant is double, concentration of reactantന്റെ concentration double ആവുകയാണെങ്കിൽ എന്ത് പറ്റും? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബിക്കംസ് 8 times അല്ലേ? കാര്യം ഇവിടെ ക്യൂബ് അല്ലടാ വരുന്നത്, റേസ് ടു 3 അല്ലേ വരുന്നത്, ഓർഡർ 3 അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഡബിൾ ആവുകയാണെങ്കിൽ റേറ്റ് ബിക്കംസ് 8 times. അതായത് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ മാത്തമാറ്റിക്സ് ക്ലിക്കാത്തവർക്ക് ന്യൂ റേറ്റ് വിൽ ബി റേറ്റ് കോൺസ്റ്റന്റ് മാറില്ല, കോൺസെൻട്രേഷൻ മാറ്റുമ്പോൾ കെ ഇൻറ്റു 2 ഇൻറ്റു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ദ ഹോൾ ക്യൂബ് വരും അല്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ആദ്യത്തെ കേസിൽ എയുടെ കോൺസെൻട്രേഷൻ ഇങ്ങനെ എഴുതി എ, രണ്ടാമത്തെ കേസിൽ 2 ഇൻറ്റു എ എന്ന് എഴുതി ദ ഹോൾ ക്യൂബ് വരും. സോ ബേസിക്കലി ദിസ് ബിക്കംസ് 8 KA ക്യൂബ്. ഓക്കെ, ഇതെന്താണ്? ആറാണ്. സോ 8R. ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് 8 times. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റൻ ഒന്നും കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ കാണിച്ചു തന്നതാണ്. സോ 65 ആൻസർ വരുന്നത് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 8 ആണ് കേട്ടോ. നെക്സ്റ്റ്, മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് Ce3+ അയോൺ ഓൺ ദ ബേസിസ് ഓഫ് സ്പിൻ ഓൺലി ഫോർമുല ഇസ്. ഓൺ ദ ബേസിസ് ഓഫ്
സ്പിൻ ഓൺലി ഫോർമുല. മക്കളെ സീറിയം എന്ന് പറയുന്ന ഈ ആശാന്റെ കോൺഫിഗറേഷൻ എന്താണ്? 6s2 4f1 5d1 അല്ലേ? 6s2 4f1 5d1 ഇതാണ് കോൺഫിഗറേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 4f1 5d1 6s2. അപ്പോൾ CE3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. 2 ഇവിടെ നിന്ന്, കാര്യം അത് വാലൻസ് അല്ലാണ്. അത് കഴിഞ്ഞിട്ട് ഹയസ്റ്റ് ഏതാണ്? 5d ആണ്. അപ്പോൾ 2 ഇവിടെ നിന്ന്, 1 ഇവിടെ നിന്ന്. സോ CE3+ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f1 ആയിരിക്കും. ഒരു ഇലക്ട്രോൺ ഉണ്ട്. സോ ബേസിക്കലി മാഗ്നറ്റിക് മൊമെന്റ് എന്താണ്? √n × n+2. So 1 × 1+2, that is √3, that is equal to 1.73 will be the answer. So 66ന്റെ ആൻസർ വരുന്നത് 4 ആണ് കേട്ടോ കൂട്ടന്മാരെ. Fine. Next question. Which one of the following acids would you expect to be the strongest? Arialo acidic strength is directly proportional to electron withdrawing group and inversely proportional to electron donating group. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതാണ്? ഇതാണ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. മൈനസ് ഐ ഇഫക്റ്റ് ഏറ്റവും സ്ട്രോങ് ഫ്ലൂറിൻ ആണ്. സോ 4 വിൽ ബി ദി ആൻസർ. ഓക്കെ, ഡിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യമില്ല. ചിലവർ ഡിസ്റ്റൻസ് നോക്കും, പക്ഷേ ഡിസ്റ്റൻസ് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? എല്ലാം ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. എല്ലാ ഓപ്ഷനിലും ഈ -I ഗ്രൂപ്പ് ദേ ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഡിസ്റ്റൻസ് കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഇവിടെ ഇല്ല. എല്ലാം ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലേ? സ്ട്രെങ്ത് ഓഫ് -I ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ മതി. സോ ബേസിക്കലി 4 വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് amount of work done when 2 moles of an ideal gas present in a vessel of 2 liter capacity at 1 atm pressure is allowed to enter into an evacuated vessel of 10 liter capacity. Calculate amount of work done 2 liter capacity ഉള്ളൊരു വെസല്. ഓക്കെ, അതിനകത്ത് ഗ്യാസ് ഉണ്ട്, പ്രഷർ 1 atm ആണ്. ഓക്കെ, പ്രഷർ ഇസ് ഈക്വൽ ടു 1 atm. 2 ലിറ്റർ ആണ് വോള്യം. ഇതിനെ ഞാൻ ചെറിയൊരു പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ട് ഒരു 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഇവാക്വേറ്റഡ് വെസലിലേക്ക് തള്ളി വിടുകയാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ഇവാക്വേറ്റഡ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വാക്വം. അതായത് ഇവിടെ പ്രഷർ ഇല്ല. ദാറ്റ് മീൻസ് ദ ഗ്യാസ് ഇസ് അലൗഡ്. ഇതിപ്പോൾ 2 ലിറ്റർ കപ്പാസിറ്റി ആണ്. ഇത് 10 ലിറ്റർ കപ്പാസിറ്റി. ഗ്യാസ് ഇസ് അലൗഡ് ടു എക്സ്പാൻഡ് ഫ്രം 2 liters to 10 liters അഗെയിൻസ്റ്റ് കോൺസ്റ്റന്റ് 0 പ്രഷർ. അതായത് ബേസിക്കലി അഗെയിൻസ്റ്റ് വാക്വം. 0 പ്രഷർ ആണ്, അഗെയിൻസ്റ്റ് വാക്വം. സോ വെൻ ഇതിനെയാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഫ്രീ എക്സ്പാൻഷൻ അല്ലേ? ദ ഗ്യാസ് ഇസ് അലൗഡ് ടു എക്സ്പാൻഡ് ഫ്രീലി അഗെയിൻസ്റ്റ് വാക്വം. ആൻഡ് ഫ്രീ എക്സ്പാൻഷനിൽ വർക്ക് എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു 0. കാര്യം നിങ്ങൾക്കറിയാം, വർക്ക് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ വർക്ക് ഇസ് ഈക്വൽ ടു -P external into ΔV അല്ലേ? ഇതിപ്പോൾ ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് തന്നെയാണല്ലോ ഫ്രീ എക്സ്പാൻഷൻ എന്നുള്ളത്. കാര്യം പുറത്തെ പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ കോൺസ്റ്റന്റ് 0 ആണ്. സോ P external 0 ആണ്. സോ വർക്ക് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ 68 വരുന്നത് 4 ആണ് കേട്ടോ. 4 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ക്ലോറിനേഷൻ ഓഫ് ടൊളുവീൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ഫോളോഡ് ബൈ ട്രീറ്റ്മെന്റ് വിത്ത് അക്വസ് NaOHs. ക്ലോറിനേഷൻ ഓഫ് ടൊളുവീൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്ലോറിനേഷൻ ഓഫ് ടൊളുവീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ബെൻസൈൽ പൊസിഷനിലുള്ള ഹൈഡ്രജനെ മൊത്തം ക്ലോറിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കൺസിഡറിങ് ദാറ്റ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് വി ഹാവ് എക്സസ് ഓഫ് ക്ലോറിൻ. അതായത് ആവശ്യത്തിലധികം ക്ലോറിൻ ഉണ്ട്. ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് Hμ എന്ത് പറ്റും മക്കളെ? ഈ 3 ആശാന്മാരെയും, ഈ ഹൈഡ്രജനെയും ക്ലോറിൻ റീപ്ലേസ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് Cl and Cl കിട്ടും. അത് കഴിഞ്ഞിട്ട് യു ആർ ട്രീറ്റിംഗ് ദിസ് വിത്ത് NaOH. NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ 3 Cl റീപ്ലേസ് ചെയ്യും OH. ഈ 3 Cl OH റീപ്ലേസ് ചെയ്യും. അങ്ങനെ 3 OH കാർബണിൽ വരും. പക്ഷെ നിങ്ങൾക്കറിയാം, 2 OH വരുമ്പോൾ തന്നെ H2 ഇറങ്ങിപ്പോയി അവിടെ കാർബണിൽ ഗ്രൂപ്പ് വരും. സോ ഇതിൽ 2 OH റീപ്ലേസ് ചെയ്ത്
അവിടെ കാർബണിൽ ഗ്രൂപ്പ് വരുത്തുക. യു വിൽ ഗെറ്റ് എ കാർബണിൽ ഗ്രൂപ്പ്. സോ ബേസിക്കലി ബെൻസോയിക് ആസിഡ്, യു വിൽ ഗെറ്റ് ബെൻസോയിക് ആസിഡ് ആസ് എ പ്രോഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മേജർ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ്, ദ മേജർ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ്, എല്ലാവരും നോക്കുക, ഇത് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ആണ്. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ എപ്പോഴും പ്രൊസീഡ് ചെയ്യുന്നത് കാർബോകാറ്റയോൺ മെക്കാനിസം വെച്ചിട്ടല്ലേ. അപ്പോൾ നമുക്കിവിടെ ആൽക്കഹോൾ ഉണ്ട്, നമ്മളതിനെ കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, H+ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആൽക്കഹോൾ എപ്പോഴും ഇൻ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം വിൽ ഗെറ്റ് പ്രോട്ടോണേറ്റഡ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓൾവേസ് പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കഹോൾ. കാര്യം ആൽക്കഹോളിനെ ആട്ടിപ്പായിക്കാൻ പറ്റില്ല, OH ഗ്രൂപ്പിനെ വെറുതെ ആട്ടിപ്പായിക്കാൻ പറ്റില്ല, അതിനെ പ്രോട്ടോണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ആൽക്കഹോളിന്റെ എല്ലാ റിയാക്ഷൻസും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെറുതെ OH ഗ്രൂപ്പിനെ പുറത്ത് കളയാൻ പറ്റില്ല, കാര്യം ഇറ്റ്സ് എ വെരി ബാഡ് ലീവിങ് ഗ്രൂപ്പ്. ആ OH- തിരിച്ചു വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ OH- റിമൂവ് ചെയ്യണമെങ്കിൽ എപ്പോഴും പ്രോട്ടോണേഷൻ ഉപയോഗിക്കും. സോ പ്രോട്ടോണേഷൻ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും, ഈ OH വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു OH2+. അതൊരു വളരെ നല്ല ലീവിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ OH2+ ഇറങ്ങിപ്പോവും. OH2+ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു കാർബോകാറ്റയോൺ കിട്ടും. നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു കാർബോകാറ്റയോൺ കിട്ടും. ഇനി കാർബോകാറ്റയോൺ എപ്പോഴും ഫോം ചെയ്യുകയാണെങ്കിൽ, കാർബോകാറ്റയോൺ മെക്കാനിസത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റീഅറേഞ്ച്മെന്റ് പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് റീഅറേഞ്ച്മെന്റ് നടക്കും എന്തായാലും, കാര്യം ഇത് സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഇതിലും നല്ലൊരു കാർബോകാറ്റയോൺ കിട്ടും. ഈ മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി അല്ലേ. മീഥൈൽ ഗ്രൂപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, യു വിൽ ഗെറ്റ് എ ബെറ്റർ കാർബോകാറ്റയോൺ. നമുക്കൊരു ടേർഷറി കാർബോകാറ്റയോൺ കിട്ടും അല്ലേ, നമുക്കിങ്ങനെ ഒരു ടേർഷറി കാർബോകാറ്റയോൺ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ റിമൂവ് ആയി പോവും. ആൻഡ് യു വിൽ ഗെറ്റ് ഈ ഒരു ആൽക്കീൻ കിട്ടും. ഈ ആൽക്കീൻ്റെ സ്റ്റെബിലിറ്റി നല്ല ഹൈ അല്ലേ. നിങ്ങൾ നോക്കുക മക്കളെ, ഈ ആൽക്കീന് എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ എടുക്കുകയാണെങ്കിൽ, ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻസ്, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ. ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ. സോ 3, 6, 8, 9 കിട്ടും അല്ലേ. 9 ആൽഫ ഹൈഡ്രജൻസ് കിട്ടും. എ സ്റ്റേബിൾ ആൽക്കീൻ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ ആണോ മക്കളെ? റെഡിയാണോ? സോ 2 വിൽ ബി ദി ആൻസർ. 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. നെക്സ്റ്റ്, which of the following is an incorrect statement? Electron withdrawing inductive effect of the carbonyl group in COH group weaken the OH bond and favors ionization of carboxylic acid compared with an alcohol. ഇത് ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ ആക്ച്വലി നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. ഈ കാർബോക്സിലിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ലോൺ പെയർ ഇസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ഈ ഡബിൾ ബോണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കാൻ വേണമെങ്കിൽ, ഇവിടെയും ഒരു ലോൺ പെയർ ഉണ്ട്, പക്ഷെ ഒരു ലോൺ പെയർ കോൺജുഗേഷനിൽ യൂസ് ചെയ്യാം. ഈ പൈ ബോണ്ട് മേളിലേക്ക് പോകും. അപ്പോൾ എന്ത് പറ്റും, എനിക്കിത് ഇങ്ങനെ ഒരു കനോണിക്കൽ സ്ട്രക്ചർ കിട്ടും. CO- ഡബിൾ ബോണ്ട് OH+. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്കറിയാം കനോണിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇൻഹെറിറ്റ് ചെയ്ത ജീൻസ് പോലെ. ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ചായയുണ്ട്, കുറച്ച് അമ്മയുടെ ചായയുണ്ട്, അച്ഛൻ്റെ ചായ എന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു ഇൻഡിവിജ്വലാണ്. അമ്മയുടെ ജീൻസും ഉണ്ട്, അച്ഛൻ്റെ ജീൻസും ഉണ്ട്. അതേപോലെ തന്നെയാണ് കനോണിക്കൽ സ്ട്രക്ചർ. ആക്ച്വൽ മോളിക്യൂളിന് എല്ലാ കനോണിക്കൽ സ്ട്രക്ചറിൻ്റെയും ഒരു പ്രോപ്പർട്ടി വരും. ആക്ച്വൽ മോളിക്യൂൾ വിൽ ഹാവ് പ്രോപ്പർട്ടി ഓഫ് ഓൾ ദ കനോണിക്കൽ സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു കനോണിക്കൽ, നിങ്ങൾ ശരിക്കും കാർബോക്സിലിക് ആസിഡ് ഈ ഒരു രീതിയിലേ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഈ ഒരു രീതിയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ എപ്പോഴും ഈ ബോണ്ട് പൊട്ടിക്കാൻ നോക്കും. എന്നിട്ട് ഈ 2 ഇലക്ട്രോണിനെ തിരിച്ചെടുക്കാൻ നോക്കും. ഈ 2 ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും കൈപ്പറ്റാൻ നോക്കും. കാര്യം ഈ ബോണ്ട് പൊട്ടിച്ചാലേ അത് നടക്കുള്ളൂ. അതായത് ഹൈഡ്രജനെ ചവിട്ടി പുറത്താക്കാൻ നോക്കും, H+നെ ചവിട്ടി പുറത്താക്കാൻ നോക്കും. കാര്യം ഓക്സിജനോട് ഒരു പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ H+നെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കാൻ നോക്കും കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് എക്സ്പ്ലനേഷൻ. ഇതിന്റെ റീസൺ എന്താണ്? ഇവിടുത്തെ ഈ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് കാരണം, ഇതിന്റെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ കാരണമാണ് ഇവിടെ റെസണൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ കോൺജുഗേഷൻ കാരണമാണ്
ഈ ഒരു കനോണിക്കൽ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് H+നെ പെട്ടെന്ന് ചവിട്ടി പുറത്താക്കാൻ പറ്റുന്നത്. സോ കമ്പയർഡ് ടു ആൽക്കഹോൾ favors ionization of carboxylic acid compared with an alcohol. അത് കറക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഓഫ് ദ ക്ലോറിൻ ഡീസ്റ്റെബിലൈസസ് ദി ആസിഡ് ആൻഡ് സ്റ്റെബിലൈസസ് ദ കോൺജുഗേറ്റ് ബേസ്. അത് കറക്റ്റ് അല്ല. ഇപ്പൊ ക്ലോറിൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ക്ലോറിൻ ഇസ് അറ്റാച്ച്ഡ് ടു എ carboxylic acid. ഓക്കെ, carboxylic acid ഉണ്ടെങ്കിൽ ക്ലോറിന്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ് ബേസിക്കലി ഇറ്റ്സ് എൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? COO മൈനസ്. ഈ കോൺജുഗേറ്റ് ബേസ് വിൽ ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം, മൈനസ് I ഇഫക്റ്റ് കാരണം. സോ ദാറ്റ് ഇസ് കറക്റ്റ്. അനിലീൻ ഇസ് എ വീക്കർ ബേസ് ദാൻ അമോണിയ. കാര്യം എന്താണ്? അനിലീനിൽ ലോൺ പെയർ ഇസ് ഇൻവോൾവ് ഇൻ റെസണൻസ്. റെസണൻസിലുണ്ട് ലോൺ പെയർ. സോ ഇറ്റ് ഇസ് എ വീക്കർ ബേസ് ദാൻ അമോണിയ. അതും കറക്റ്റാണ്. ഫീനോൾ ഇസ് എ വീക്കർ ആസിഡ് ദാൻ വാട്ടർ. ഫീനോൾ ഇസ് സ്ട്രോങ്ങർ ആസിഡ് ദാൻ വാട്ടർ അല്ലേ? കാര്യം എന്താ? ഫീനോൾ എന്ന് പറയുന്നത് ഫിനോക്സൈഡ് അയോൺ നിങ്ങൾ നോക്കിയാൽ തന്നെ, കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലിറ്റി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഫിനോക്സൈഡ് അയൺ സ്റ്റെബിലൈസ് ബൈ റെസണൻസ്. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ, അപ്പോൾ ആസിഡ് ഇസ് സ്ട്രോങ്ങർ. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് 4 ആണ്. 71 ആൻസർ വരുന്നത് 4 ആണ് കേട്ടോ ഡൗട്ടന്മാരെ. നെക്സ്റ്റ്, ഡി ഗ്ലൂക്കോസ് ആൻഡ് ഡി മന്നോസ് ആർ എപ്പിമേഴ്സ് ഓഫ് ഈച്ച് അതർ ആണോ? ഇപ്പൊ ഗ്ലൂക്കോസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എന്താണ്? HOH OH H HOH HOH CH2OH. ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ. മന്നോസിന്റെ സ്ട്രക്ചർ എന്താണ്? മന്നോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ എപ്പിമർ തന്നെയാണ്. മന്നോസ് എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ രണ്ടാമത്തെ കാർബണിൽ OH ലെഫ്റ്റിലും H റൈറ്റിലും, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. OH HOH 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 CH2OH. അപ്പൊ നിങ്ങൾക്ക് എപ്പിമർ എന്താണെന്ന് അറിയില്ല. എപ്പിമർ എന്ന് പറയുമ്പോൾ epimers differ in configuration of one chiral carbon. Epimers are monosaccharides epimers are carbohydrates which differ in configuration of one chiral carbon. ഒരു chiral carbon അവിടെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു chiral carbon അവിടെയല്ലേ ഉള്ളൂ ഡിഫറൻസ് ഇൻ കോൺഫിഗറേഷൻ, ബാക്കി എല്ലാത്തിനും സെയിം ആണല്ലോ. സോ ദേ ആർ എപ്പിമേഴ്സ് ഓഫ് ഈച്ച് അതർ. നെക്സ്റ്റ്, the spatial arrangement of the two or more polypeptide chains with respect to each other is known as quaternary structure. അത് കറക്റ്റാ. സോ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 രണ്ടും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ബോത്ത് ആർ കറക്റ്റ്. എപ്പിമേഴ്സ് അറിയാലോ. എപ്പിമേഴ്സ് ഒന്നും കൂടി പറയാം മക്കളെ. കാർബോഹൈഡ്രേറ്റ്സ് ഇൻ വിച്ച് there is difference in configuration of one chiral carbon. ഒരു chiral carbonൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ those are called as epimers. ഓക്കെ. അപ്പൊ അനോമേഴ്സ് എന്താണ്? അനോമേഴ്സ് എന്ന് പറയുമ്പോൾ ഹെമി അസറ്റാൽ കാർബണിൽ ഡിഫറൻസ് ഇൻ കോൺഫിഗറേഷൻ. ഇപ്പൊ ആൽഫ ബീറ്റ ഗ്ലൂക്കോസ്, അതാണ് അനോമേഴ്സ്. ഫൈൻ. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് കോളം ക്രോമാറ്റോഗ്രഫി ഏതാണ്? ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് ദ സബ്സ്റ്റൻസസ് ഓൺ ദ സോളിഡ് ഫേസ്. കറക്റ്റ് അല്ലേ? കോളം ക്രോമാറ്റോഗ്രഫി കംസ് അണ്ടർ അബ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി അല്ലേ? ഫൈൻ. നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് വെക്കുന്ന എന്താണ്? അലൂമിന അല്ലെങ്കിൽ സിലിക്കാജൻ. ഇപ്പൊ കോളം ക്രോമാറ്റോഗ്രഫി ഓർമ്മയുണ്ടോ മക്കൾ? ഇതേപോലൊരു കോളം ഉണ്ടാവും. ഇവിടെ ബേസിക്കലി നിങ്ങളുടെ എന്ത് അപ്ലൈ ചെയ്യും? നിങ്ങളുടെ സ്റ്റേഷനറി ഫേസ് അപ്ലൈ ചെയ്യും അല്ലേ? തൊട്ട് മേളിലായിട്ട് നിങ്ങളുടെ സൊല്യൂഷൻ, അതായത് നിങ്ങളുടെ മിക്സർ A plus B plus C സെപ്പറേറ്റ് ചെയ്യാനുള്ള മിക്സർ, അതിൻ്റെ മേളിൽ നിങ്ങൾ നിങ്ങളുടെ സോൾവെൻ്റ് ഒഴിക്കും. അപ്പോൾ സോൾവെൻ്റ് താഴത്തേക്ക് വരുമ്പോൾ ഈ മൂന്നെണ്ണത്തിനെയും കൂടെ കൂട്ടും. ഇപ്പോൾ ഒരു ബസ് വന്ന് പിള്ളേരെ പിക്ക് ചെയ്യുന്ന പോലെ സോൾവെൻ്റ് താഴത്തേക്ക് വരുമ്പോൾ A plus B plus C സോൾവെൻറ്റിൽ മുങ്ങും. അവർ 3 പേരും താഴത്തോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഏറ്റവും കൂടുതൽ അഡ്സോർബ്ഡ് ആയ ആൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A ഏറ്റവും കൂടുതൽ അഡ്സോർബ് ആയി. അപ്പോൾ A ഏറ്റവും ലീസ്റ്റ് ട്രാവൽ ചെയ്യും. A ഏറ്റവും കൂടുതൽ അഡ്സോർബ് ആയാൽ A ഏറ്റവും ലീസ്റ്റ് ട്രാവൽ ചെയ്യും. C ഏറ്റവും കുറവ് അഡ്സോർബ് ആയി എന്ന് വിചാരിക്കുക.
സി ഏറ്റവും കുറവ് അബ്സോർബ് ആയിട്ടുണ്ടെങ്കിൽ സി ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യും, ബി നടുക്കായിരിക്കും. ഫൈൻ. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് ദ സബ്സ്റ്റൻസസ് ഓൺ ദ സോളിഡ് ഫേസ്. ഓക്കെ, 1 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഷോസ് മാക്സിമം ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത്? വളരെ ഈസി ക്വസ്റ്റൻ ആണ്, വളരെ ഡയറക്റ്റ് ആണ്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. HF അല്ല. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനാണ്, തലവട്ടപ്പനാണ് അല്ല, ഏറ്റവും കിങ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത് കൂടും. സോ 74 ആൻസർ വരുന്നത് 1 ആണ്. നെക്സ്റ്റ്, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ബേസിക്കലി IUPAC നെയിംസ് ആണ്. 105യുടെ IUPAC നെയിം എന്താണ് മക്കളെ? ഉൺ നിൽ പെൻറ്റ് എം. ഉൺ നിൽ പെൻറ്റ് എം. സോ UNP അല്ല ഇവിടെ വരിക, UNP ആണ് കോഡ് വരിക. ഓക്കെ, അതേപോലെ 107 എന്താണ്? 107 ഇസ് ഉൺ നിൽ സെപ്റ്റ് എം. ഉണ്ണിൽ സെപ്റ്റിയം. സോ UNS. അതേപോലെ 109 എന്താണ്? 109 ഇസ് ഉൺ നിൽ എൻ എം. 9 യൂസ് ചെയ്യുന്ന ഇതെന്താണ്? 9 യൂസ് ചെയ്യുന്ന കോഡ് എന്താണ്? ENN ആണ്. ഓക്കെ, NEM. സോ ഇവിടെ UNE വരും, UNE. അതേപോലെ 110 എന്താണ് മക്കളെ? 110 ഇസ് ഉൺ നിൽ എം. ഉൺ നിൽ എം. സോ UUN അല്ലേ? സോ ആദ്യത്തെ A പോകുന്നത്, A will go with 105 will go with UNP ഏതാ? 3 ആണ്. അതേപോലെ B ഏതാണ് മക്കളെ? 107 പോകുന്നത് UNS ഏതാണ്? 2 തന്നെയാണ്. അതേപോലെ C ഏതാണ്? 109 പോകുന്നത് ഏതാ? UNE ഏതാണ്? 4 ആണ്. അതേപോലെ D ഏതിലാ പോവുക? 1ലേക്ക് പോകും. ഓക്കെ, സോ 3241 ഉണ്ടോ? ഉണ്ട്. 75 4 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The concentration of H2O2 in a solution containing 34 grams in 500 milliliter is given in list 1 and the corresponding values are given in list 2. Then match list 1 with list 2. മക്കളെ, ഇവിടെ മൊളാരിറ്റി, നോർമാലിറ്റി, പെർസെൻറ്റേജ്, വെയിറ്റ് ബൈ വോളിയം സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്ഷൻസിൽ ലിസ്റ്റ് 2ൽ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മൊളാരിറ്റി വരുന്നത്, മൊളാരിറ്റി ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലീറ്റേഴ്സ്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. സോ 34 ഡിവൈഡഡ് ബൈ 34 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലീറ്റേഴ്സ്. വോളിയം ഇൻ ലീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 0.5. സോ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറയുമ്പോൾ 2 മോളാർ ആണ് ആൻസർ. നെക്സ്റ്റ്, നോർമാലിറ്റി എത്രയാണ് മക്കളെ? നോർമാലിറ്റി വിൽ ബി മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ. അറിയാലോ, മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ. എൻ ഫാക്ടർ ഓഫ് H2O2 2 ആണ്, ഓർത്ത് വയ്ക്കുക. എൻ ഫാക്ടർ ഓഫ് H2O2 2 ആണ്. സോ 2 into 2 that is equal to 4 normal. Okay. Next, percentage weight by volume. Percentage weight by volume is what? Weight of solute. അത് 34 ആണ്. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇപ്പോൾ ലിറ്ററിൽ എടുക്കാം 0.5 ഇൻറ്റു 100 വേണം. സോ ബേസിക്കലി ഇവിടെ വരേണ്ടത് 6800% ആണ്. പക്ഷേ ഇവിടെ 68 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രിൻറ്റിംഗ് എറർ ആണെന്നാണ്. 6800 ആണ് വരേണ്ടത്. പക്ഷേ ലോജിക്കലി കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ക്വസ്റ്റ്യൻസിൻ്റെ എന്തെങ്കിലും ബോണസ് ഉണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, പക്ഷേ നോർമലി നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ കിട്ടും. 6800. ഐ തിങ്ക് ഇതൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ ഉള്ളത് വോളിയം സ്ട്രെങ്ത് ആണ്. വോളിയം സ്ട്രെങ്ത്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വോളിയം സ്ട്രെങ്ത് ഇസ് വാട്ട്? വോളിയം സ്ട്രെങ്ത് ഓഫ് H2O2 is 11.2 into molarity. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, 11.2 into molarity. Volume strength of H2O2 is 11.2 into molarity. And understand that ഇവിടെ ഒരു വോളിയം സ്ട്രെങ്ത്തിൻ്റെ തൊട്ടടുത്ത് ഗ്രാം പെർ ലിറ്റർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞത് ഗ്രാം പെർ ലിറ്റർ അല്ല വരേണ്ടത്. ഇത് ഗ്രാം പെർ ലിറ്റർ അല്ല വരേണ്ടത് മക്കളെ. വോളിയം സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാനൊരു H2O2 സൊല്യൂഷൻ എടുക്കുകയാണ്.
ഈ H2O2 സൊല്യൂഷനിൽ ഞാൻ അതിനെ 10 വോളിയം സ്ട്രെങ്ത് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു H2O2 ബോട്ടിൽ എടുക്കുകയാണ്, അതിൽ 10 വോളിയം സ്ട്രെങ്ത് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിൻ്റെ അർത്ഥം ഈ H2O2 സൊല്യൂഷനിൽ നിന്ന്, അത് പ്യുവർ H2O2 അല്ല, H2O2ൻ്റെ സൊല്യൂഷനാണ്. ഇതിൽ നിന്ന് ഞാൻ 1 ml സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ, 1 ml സൊല്യൂഷൻ എടുത്ത് അതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 1 ml സൊല്യൂഷൻ എനിക്ക് 10 milliliters ഓഫ് ഓക്സിജൻ തരും. 10 milliliters ഓഫ് ഓക്സിജൻ തരും. അതാണ് അതിൻ്റെ അർത്ഥം. കാര്യം നിങ്ങൾക്കറിയാം, ഇപ്പോൾ H2O2 ഡീകമ്പോസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, H2O2 ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് H2O + ½ O2 തരും. അപ്പോൾ ഇത് പഴയ കാലത്ത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ്. മൊളാരിറ്റി, നോർമാലിറ്റിക്കൊക്കെ പകരം സ്ട്രെങ്ത് ഓഫ് H2O2. അതായത് ഇപ്പോൾ ഞാൻ ഒരു ബോട്ടിലിൽ H2O2 സൊല്യൂഷന് 20 വോളിയം സ്ട്രെങ്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ അതിൽ നിന്ന് 1 ml എടുക്കുമ്പോൾ, 1 ml സൊല്യൂഷൻ എടുത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ആ 1 ml സൊല്യൂഷൻ എനിക്ക് തരാൻ പോകുന്നത് 20 ml ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ വോളിയം സ്ട്രെങ്ത്തിൻ്റെ അർത്ഥം the volume of oxygen released by 1 ml of the H2O2 solution. And volume strength in a formula ഉണ്ട്. Volume strength is given as 11.2 into molarity. 11.2 times molarity. അതാണ് വോളിയം സ്ട്രെങ്ത് ഓഫ് H2O2 സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ വോളിയം സ്ട്രെങ്ത് എത്ര വരും മക്കളെ? 11.2 ഇൻറ്റു മൊളാരിറ്റി എന്ന് പറയുമ്പോൾ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 22.4. സോ ബേസിക്കലി നമുക്ക് എ വരുന്നത് 4 ആണ്, ബി വരുന്നത്, അതെ 4 എന്ന് ഉദ്ദേശിച്ചത് 4th ഓപ്ഷൻ കേട്ടോ, ബി വരുന്നത് 3rd ഓപ്ഷൻ ആണ്. പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോളിയം വരുന്നത് 1 ആണ്. അതേപോലെ വോളിയം സ്ട്രെങ്ത് വരുന്നത് 2 ആണ്. സോ 4-3-1-2 76 2 ആണ് ആൻസർ. 76 2 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഈ വോളിയം സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, ഫോർമുലയും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, വോളിയം സ്ട്രെങ്ത് ഇസ് ദ വോളിയം ഓഫ് ഓക്സിജൻ റിലീസ്ഡ് വെൻ യു ടേക്ക് 1 ml ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ H2O2 സൊല്യൂഷൻ ആൻഡ് ഹീറ്റ് ഇറ്റ്. 1 ml H2O2 സൊല്യൂഷൻ എടുത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ദ വോളിയം റിലീസ്ഡ് ഇൻ milliliter, അതാണ് വോളിയം സ്ട്രെങ്ത്. മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, the carbocation CH3CHCH3 is less stable than, ഇത് basically secondary carbocation ആണല്ലോ. this will be less stable than 3 because 3 is basically tertiary carbocation. Easiest question. Next, correct formula of tetraamine chlorido-nitroplatinum 4 sulfate. tetraamine platinum complex ആണെന്ന് മനസ്സിലായി. tetraamine എന്ന് പറയുമ്പോൾ 4 NH3 ഉണ്ട്, ക്ലോറിഡോ എന്ന് പറയുമ്പോൾ Cl ഉണ്ട്, നൈട്രോ എന്ന് പറയുമ്പോൾ ONO ആണോ NO2 ആണോ? ONO എന്ന് എഴുതുമ്പോൾ യൂഷ്വലി നൈട്രീറ്റോ ആണ് യൂസ് ചെയ്യാറ്. നൈട്രീറ്റോ/O ആണ് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത്. നൈട്രീറ്റോ/O ആണ് ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾക്കറിയാം NO2 is an ambidentate ligand അല്ലേ? NO2 ambidentate ligand, അതായത് ഓക്സിജൻ വഴിയും അറ്റാച്ച്മെന്റ് പോകാം സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക്, നൈട്രജൻ വഴിയും അറ്റാച്ച്മെന്റ് പോകാം സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക്. അപ്പോൾ ഓക്സിജൻ വഴി പോവുകയാണെങ്കിൽ യൂഷ്വലി അതിനെ വിളിക്കുന്നത് നൈട്രീറ്റോ/O എന്നാണ്. ഓക്കെ, നൈട്രജൻ വഴി പോവുകയാണെങ്കിൽ നൈട്രീറ്റോ/N എന്നാണ്. നൈട്രീറ്റോ/N അല്ലെങ്കിൽ നൈട്രോ എന്നും പറയാം. സോ ബേസിക്കലി ഇവിടെ വരുന്നത് NO2 ആണ് കേട്ടോ, ONO അല്ല, NO2SO4 സൾഫേറ്റും ഉണ്ടല്ലോ. അപ്പോൾ NO2 എന്ന് എഴുതുമ്പോൾ നൈട്രോ ഓർ നൈട്രീറ്റോ/N എന്ന് പറയാം ലിഗാൻഡിന്റെ പേര്. ഇവിടെ ഇപ്പോൾ ONO എന്നായിരുന്നെങ്കിൽ, ONO എന്ന് കൊടുത്തിരുന്നെങ്കിൽ നൈട്രീറ്റോ/O കൊടുക്കണം. ഓക്കെ, ഫൈൻ. സോ ഇവിടെ 78ന്റെ ആൻസർ വരുന്നത് ഏതാണ്? 3 ആണല്ലേ. 3 വിൽ ബി ദി ആൻസർ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, the order of decreasing stability of the following carbanions. എല്ലാവരും നോക്കുക, ഇത് ടേർഷറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ഇത് പ്രൈമറി ആണ്, ഇത് ബെൻസൈലാണ്. ഓബ്വിയസ്ലി ബെൻസൈലാണ് ഏറ്റവും സ്റ്റേബിൾ ബിക്കോസ് ഓഫ് റെസണൻസ്. സോ 4 is the most stable. അത് കഴിഞ്ഞിട്ട് പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടേർഷറി അല്ലേ? അപ്പോൾ 3 greater than 2 greater than 1. കാര്യം നിങ്ങൾക്കറിയാം, primary carbanions are more stable than secondary, which is more stable than tertiary. കാര്യം എന്താ? ടേർഷറിയിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് കൂടുതലാണ്.
അല്ല, ടേഴ്സറിയിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് കൂടുതലാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് കൂടുമ്പോൾ കാർബൺ ആനയോണിന്റെ സ്റ്റെബിലിറ്റി കുറയും. സോ 4321 4321 79 2 ആണ് ആൻസർ വരിക. 79 will be 2. നെക്സ്റ്റ്, വിച്ച് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ടു സെപ്പറേറ്റ് എ മിക്സർ ഓഫ് ക്യാംഫർ ആൻഡ് ബെൻസോയിക് ആസിഡ്? ഇത് കാണുമ്പോൾ ക്യാംഫർ എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചിലവർ സബ്ലിമേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചാടും. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. ക്യാംഫറും ബെൻസോയിക് ആസിഡും രണ്ടുപേരും സബ്ലിമേഷനിൽ ഏർപ്പെടും, രണ്ടുപേർക്കും സബ്ലൈം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആക്ച്വലി യൂസ് ചെയ്യുന്നത് കെമിക്കൽ മെത്തേഡ്സ് ആണ്. ഇതൊന്ന് ഓർത്തിരിക്കുക മക്കളെ. ഓക്കെ, ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ക്യാംഫർ ആൻഡ് ബെൻസോയിക് ആസിഡ് ബോത്ത് ഓഫ് ദം ക്യാൻ സബ്ലൈം. അപ്പോൾ സബ്ലിമേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. സബ്ലിമേഷൻ യൂസ് ചെയ്യുന്നത് യൂഷ്വലി എപ്പോഴാണ്? നമുക്ക് ഇതേപോലത്തെ ഒരു മിക്സർ ഉണ്ട്, അതിനകത്ത് സബ്ലൈമബിൾ ആയിട്ട് ഒരു ഇംപ്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സബ്ലൈമബിൾ ആയിട്ട് ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ സബ്ലൈമബിൾ സബ്സ്റ്റൻസ് സബ്ലൈം ചെയ്ത് പോകും, വേപ്പറിലേക്ക് പോകും, സോളിഡ് ടു വേപ്പർ. ബാക്കിയുള്ളത് അവിടെ തന്നെ നിൽക്കും, അല്ലേ? പക്ഷെ ഇവിടെ രണ്ടുപേരും സബ്ലൈം ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് കെമിക്കൽ മെത്തേഡ്സ് ആണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. ഓക്കെ, ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ മൈൻഡ്, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് നമുക്ക് നോക്കാം. Given below are two statements. Toxic metal ions are removed by chelating ligands. ഇത് നിങ്ങളുടെ NCERT-യിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ലാസ്റ്റിൽ യൂസേഴ്സ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ Ca2+, Mg2+ അയോൺസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ EDTA4- യൂസ് ചെയ്യും, ethylene diamine tetrastate യൂസ് ചെയ്യും. Chelating ligands are generally used to remove metal ions. അത് കറക്റ്റാണ്. Chelate complexes tend to be less stable. No, they tend to be more stable. അവരുടെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. So 81 1 is true. Statement 1 is true but statement 2 is false. 81 2 ആണ് ആൻസർ വരിക. നെക്സ്റ്റ്, the correct statement regarding a carbonyl compound with the hydrogen atom on its alpha carbon is: a carbonyl compound with a hydrogen atom on its alpha carbon never equilibrates with its corresponding enol. എടാ മക്കളെ, നമുക്കൊരു കാർബണിൽ കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ആൽഡിഹൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ഈനോൾ, അല്ലേ? ഇതിൻ്റെ ഈനോളായിട്ട് അത് എന്തായാലും ഇക്വിലിബ്രിയത്തിലാണ്. പിന്നെ നമ്മൾ കീറ്റോ ഈനോൾ ടോട്ടോമറിസം എന്ന് വിളിക്കുന്നു, അല്ലേ? സോ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് കുറച്ച് അസറ്റോൺ ഇട്ടു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ, ആ കണ്ടെയ്നറിൽ അസറ്റോൺ മാത്രമായിരിക്കുന്നതാണ്. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ കണ്ടെയ്നറിൽ കുറച്ച് കഴിയുമ്പോൾ അസറ്റോൺ മാത്രമല്ല ഉണ്ടാവുക, അതിൽ ഈ ഒരു ഈനോൾ ഫോമും കൂടി ഉണ്ടാവും. ബിക്കോസ് ഇറ്റ് ഇക്വിലിബ്രിയേറ്റ്സ് വിത്ത് ദ ഈനോൾ ഫോം. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാർബണിൽ കോമ്പൗണ്ട് വിത്ത് എ ഹൈഡ്രജൻ ആറ്റം ഓൺ ഇറ്റ്സ് ആൽഫ കാർബൺ റാപ്പിഡ്ലി ഇക്വിലിബ്രിയേറ്റ്സ് വിത്ത് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഈനോൾ ആൻഡ് ദിസ് പ്രോസസ് കോൾഡ് ആസ് ആൽഡിഹൈഡ് കീറ്റോൺ ഇക്വിലിബ്രിയേഷൻ. അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. കീറ്റോ ഇനോൾ ടോട്ടോമർസ് എന്നല്ലേ. അപ്പോൾ ആ പേര് വരുന്നത് എവിടെയാന്ന് നോക്കുക. ആ പേര് വരുന്നത് ഇവിടെയാണ്, 4th ഓപ്ഷനിലാണ്. സ്ട്രേറ്റ് അവേ അങ്ങോട്ട് തന്നെ പോവാം. കാർബണിൽ കോമ്പൗണ്ട് വിത്ത് ഹൈഡ്രജൻ ആറ്റം ഓൺ ഇറ്റ്സ് ആൽഫ കാർബൺ റാപ്പിഡ്ലി ഇക്വിലിബ്രിയേറ്റ്സ് വിത്ത് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഈനോൾ ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് കീറ്റോ ഇനോൾ ടോട്ടോമർസ്. അല്ലാണ്ട് നിങ്ങൾക്ക് കണ്ട പേര് വിളിക്കാൻ പറ്റില്ല, അല്ലേ? ഫൈൻ. കീറ്റോ ഫോം ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ ഈനോൾ ഫോം. ഈനോൾ എന്ന് വിളിക്കാൻ കാര്യം എന്താ? കാർബൺ ഡബിൾ ബോണ്ട്. EN സ്റ്റാൻഡ്സ് ഫോർ കാർബൺ ഡബിൾ ബോണ്ട്. OL സ്റ്റാൻഡ്സ് ഫോർ ആൽക്കഹോൾ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. സോ 82nd 4 ആണ് ആൻസർ. നെക്സ്റ്റ്, ആൽക്കഹോൾസ് ആർ കമ്പാരിറ്റീവ്ലി മോർ സോലബിൾ ഇൻ വാട്ടർ ദാൻ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺസ് ബിക്കോസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ആൽക്കഹോൾസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് മക്കളെ, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അല്ലേ? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണ് ദേ ആർ മോർ ഇത് ആക്ച്വലി സോലിബിലിറ്റിയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. സോലിബിലിറ്റി ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ല, ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് ദ സോൾവെന്റ് നോക്കണം. ഇപ്പോൾ ആൽക്കഹോൾ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ആൽക്കഹോൾ മോളിക്യൂൾ ഇസ് ഇൻ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് ദ സോൾവെന്റ് മോളിക്യൂൾസ്, അല്ലേ? സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. പക്ഷെ അതാണോ ഹൈഡ്രോ കാർബൺസിന്റെ അവസ്ഥ? ഇപ്പോൾ ഒരു ആൽക്കെയിൻ ഇടുകയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്യൂട്ടെയിൻ ഇടുകയെന്ന് വിചാരിക്കുക. ബ്യൂട്ടെയിനും വാട്ടറും ഒട്ടും തന്നെ മിക്സ് ആവില്ല. കാര്യം എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. ബ്യൂട്ടൈനിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. ബ്യൂട്ടൈൻ ഇസ് നോൺ പോളാർ, വാട്ടർ ഇസ് പോളാർ, അല്ലേ? സോ ആൽക്കഹോൾ ഫോംസ് ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ വൈൽ ഹൈഡ്രോകാർബൺസ് ഡോണ്ട്.
So 83rd one 4 ആണ് ആൻസർ. 83rd one 4 ആണ് ആൻസർ. നെക്സ്റ്റ്, the color of KMnO4 is purple due to. The color of KMnO4 is purple due to എന്താണ് മക്കളെ? ligand to metal charge transfer. ഇപ്പം നിങ്ങൾ KMnO4 നോക്കുകയാണെങ്കിൽ KMnO4ൽ മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. KMnO4ൽ മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. +7 എന്ന് പറയുമ്പോൾ മാംഗനീസിലെ ടോട്ടൽ ഡി ഇലക്ട്രോൺസ് എത്രയായി മക്കളെ? മാംഗനീസിലെ ടോട്ടൽ ഡി ഇലക്ട്രോൺസ് എത്രയായി? മാംഗനീസിലെ ടോട്ടൽ ഡി ഇലക്ട്രോൺസ് 3d0 4s0ലേക്ക് പോയില്ല എൻ്റെ കോൺഫിഗറേഷൻ. ഇലക്ട്രോൺസ് ഇല്ല, 4sലും ഇല്ല 3dയിലും ഇല്ല. അപ്പോൾ DD ട്രാൻസിഷൻ എന്തായാലും നടത്താൻ പറ്റില്ല. DD ട്രാൻസിഷൻ എന്തായാലും നടത്താൻ പറ്റില്ല. കാര്യം എന്താ? ഡി ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഇല്ല. എന്നിട്ടും അത് കളർ കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് സം അതർ ഫിനോമിനൻ. ആ ഫിനോമിനൻ നിങ്ങൾക്ക് ഡെപ്തിലില്ല. പക്ഷെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലിഗാൻസിലെ ഇലക്ട്രോൺസ്, ഇപ്പോൾ KMnO4ൽ ഓക്സൈഡ് ലിഗാൻസ് ആണല്ലോ, ഈ ഓക്സൈഡിലെ ഓക്സിജനിലെ ഇലക്ട്രോൺസ് മെറ്റലിലെ മോളിക്കുലാർ ഓർബിറ്റൽസിലേക്ക് എക്സൈറ്റഡ് ആവുമ്പോൾ സംഭവിക്കുന്നതാണിത്. അങ്ങനെയാണ് കളർ കാണിക്കുന്നത്. അത് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. ലിഗാൻസിലെ ഇലക്ട്രോൺസ് മെറ്റലിലെ മോളിക്കുലാർ ഓർബിറ്റൽസിലേക്ക് ചാടുന്നത്. ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കോൺസെപ്റ്റ് ആസ് ഇൻ ടേം അറിഞ്ഞിരുന്നാൽ മതി. ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ, ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ 84 2 ആണ് ആൻസർ. നെക്സ്റ്റ്, എ വൈറ്റ് salt of sodium dissolves readily in water to give a solution which is neutral to litmus. When silver nitrate solution is added to it, a white precipitate is obtained which does not dissolve in dilute nitric acid. The anion is. മക്കളെ, ഒറ്റയടിക്ക് എനിക്ക് CO3 2- നെയും S2- നെയും ഒഴിവാക്കാം. കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് സോൾട്ട് ഓഫ് സോഡിയം. നമ്മളിപ്പോൾ സോഡിയം കാർബണേറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ Na2S എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവരുടെ രണ്ടുപേരുടെയും pH is greater than 7. So it is not neutral to litmus. കാര്യം ഇവർ രണ്ടുപേരും ബേസിക് സോൾട്ടാണ്. കാര്യം എന്താ? NaOH എന്ന ശക്തമായ ബേസും കാർബോണിക് ആസിഡ് എന്ന വീക്ക് ആസിഡിൽ നിന്നും ഉണ്ടായതാണ് Na2CO3. അപ്പോൾ എന്തായാലും ഇവരുടെ pH is greater than 7 അല്ലേ? അതായത് ആൽക്കലൈൻ ആണ്. ഇവനും ആൽക്കലൈനാണ്. NaOH എന്ന ശക്തമായ ബേസും ഹൈഡ്രജൻ സൾഫൈഡ് എന്ന വീക്ക് ആസിഡുമായിട്ട് ഉണ്ടായതാണ്. സോ pH is greater than 7 for both. അപ്പോൾ they are not neutral to litmus. They are alkaline. These salts are alkaline. അപ്പോൾ എന്തായാലും ഇവന്മാരല്ല. ഒന്നില്ലെങ്കിൽ Na2SO4 ആവാം, അല്ലെങ്കിൽ NaCl ആവാം. കാര്യം എന്താണ്? ഇവർ രണ്ടുപേരും ഇപ്പോൾ Na2SO4 എടുക്കുകയാണെങ്കിൽ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ട് ആണ്. അതേപോലെ NaCl എടുക്കുകയാണെങ്കിലും സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ട് ആണ്. NaOH HCl, മറ്റേത് NaOH H2SO4. രണ്ടാമത്തെ ഇതിൽ പറയുന്നുണ്ട് when silver nitrate solution is added to it a white precipitate is obtained. അവിടെ തന്നെ കിട്ടി മക്കളെ. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടണമെങ്കിൽ ഇറ്റ് ഇസ് AgCl. ദാറ്റ് മീൻസ് Cl- ആയിരിക്കണം നമ്മുടെ കണ്ടെയ്നറിലുള്ളത്. 85 ആൻസർ 4 ആണ് കേട്ടോ. 4 will be the answer. നെക്സ്റ്റ്, the pH of ammonium phosphate. അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? NH4 thrice PO4. If pKa of phosphoric acid and pKb of ammonium hydroxide are 5.23 and 4.75. മക്കളെ, ഇതൊരു വീക്ക് ആസിഡ്. ദിസ് ഇസ് എ വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ട് അല്ല, വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ട് ആണ്. വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ടിന്റെ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം നീറ്റിലും ജെയിലും എല്ലായിടത്തും തുരുതുരാ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ pHന്റെ ഫോർമുല എന്താ മക്കളെ? pH is 7 plus half into pKa minus pKb. pKa minus pKb അല്ലേ? And always understand, ഒരു വീക്ക് ആസിഡ് വീക്ക് ബേസിന്റെ സോൾട്ടിന്റെ pH will be closer to 7. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ആൻസർ ഏതാണ്ട് കിട്ടും 7 ആണെന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 7 plus half into pKa എത്രയാണ്? 5.23. pKb എത്രയാണ്? 4.75 അല്ലേ? സോ ദിസ് വിൽ ബി 7 plus half into 5.23 minus 4.75 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ 0.48 വന്നില്ലേ? 0.48. So that is equal to 0.24. 7.24 വരും. 7.24. So the closest answer is 7. 86 1 ആണ് ആൻസർ. മനസ്സിലായോ കുട്ടന്മാരെ? റെഡി ആണോ? ഫൈൻ. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, വീക്ക് ആസിഡ് വീക്ക് ബേസിന്റെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്ലോസർ ടു 7 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാ ഓപ്ഷൻസും 7ന്റെ അടുത്താണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ.
For a reaction 2NO plus 2H2 giving you N2 plus 2H2O, the possible mechanism is 2NO in equilibrium with N2O2, first step. That is N2O2 plus H2 giving you N2O plus H2O, N2O plus H2 giving you N2 plus H2O. These are all the three steps. Step 1, step 2, step 3. What is the rate law and order of the reaction? മക്കളെ, ഇത് ആക്ച്വലി ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക്. കാര്യം ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റേറ്റ് ലോ ശരിക്കും എങ്ങനെയാണ്? റേറ്റ് ലോ ഇസ് ആക്ച്വലി റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഒരു റിയാക്ഷൻ എ പ്ലസ് ബി ഗിവിങ് യു സി പ്ലസ് ഡി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ റേറ്റ് ലോ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ദ ഹോൾ റേസ് ടു x into concentration of b the whole raised to y. അതായത് റേറ്റ് ലോയില് റിയാക്ടൻസിന് വരാൻ പറ്റും, പക്ഷെ റേറ്റ് ലോയില് ഇന്റർമീഡിയറ്റ്സിന് വരാൻ പറ്റില്ല. റേറ്റ് ലോയിലെ ഇക്വേഷനിൽ ഇന്റർമീഡിയറ്റ്സിന് വരാൻ പറ്റില്ല. ഇന്റർമീഡിയറ്റ് ഷുഡ് നോട്ട് ബി ദർ ഇൻ റേറ്റ് ലോ. ഇന്റർമീഡിയറ്റ്സ് പാടില്ല റേറ്റ് ലോയില്. അത് റേറ്റ് ലോ അല്ല. റേറ്റ് ലോ ഷുഡ് ഓൾവേസ് ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ്. മേജർലി റിയാക്ടൻസ് ആണ്. റിയാക്ടൻസ് വരാം, ഈവൻ പ്രോഡക്ട്സും വരാം, പക്ഷെ ഇന്റർമീഡിയറ്റ്സ് വരാനേ പാടില്ല. ഇന്റർമീഡിയറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി നോട്ട് കം. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ റേറ്റ് ലോയിൽ റിയാക്ടൻസിനെ വെച്ചുള്ള റേറ്റ് ലോസ് ആണ് മേജർ ആയിട്ടുള്ളത്. 100% റിയാക്ടൻസിനെ വെച്ചുള്ള റേറ്റ് ലോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അത് മാത്രമേ വരുള്ളൂ. പ്രോഡക്ട്സും വരാം ആക്ച്വലി, പക്ഷെ ഇന്റർമീഡിയറ്റ്സ് ഒരു കാലത്തും വരാൻ പാടില്ല. ഇന്റർമീഡിയറ്റ്സ് റേറ്റ് ലോയിൽ വരാൻ പാടില്ല. അപ്പോൾ എല്ലാവരും നോക്കുക മക്കളെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. എന്തായാലും നിങ്ങൾക്കിത് ബോണസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കാര്യം എല്ലാ ഓപ്ഷനിലും അവർ ഇന്റർമീഡിയറ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് റേറ്റ് ലോ കൊടുത്തിരിക്കുന്നത്. എന്തായാലും തെറ്റാണ്. സോ എല്ലാവരും നോക്കുക, ഞാൻ കാണിച്ചു തരാം ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്കറിയാം റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് സ്ലോ സ്റ്റെപ്പ്. അപ്പോൾ റേറ്റ് ഓഫ് സ്ലോ സ്റ്റെപ്പ് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 അല്ലേ? കാര്യം ഇതാണ് സ്ലോ സ്റ്റെപ്പ്. ഈ സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈച്ച് സ്റ്റെപ്പ് ഇറ്റ്സ് എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ലേ? ഇതിലിപ്പോൾ ഈ മൊത്തം റിയാക്ഷൻ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്, പക്ഷെ അതിൽ ഓരോ സ്റ്റെപ്പും എലമെന്ററി ആണ് അല്ലേ? അപ്പോൾ ഒരു എലമെന്ററി റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഹോൾ പവർ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ്. അപ്പോൾ N2O2 the whole raised to 1 into H2O2 the whole raised to 1. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദിസ് റേറ്റ് ഓഫ് സ്ലോ സ്റ്റെപ്പ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചിട്ട് ഈ എക്സ്പ്രഷൻ റേറ്റ് ലോ എക്സ്പ്രഷൻ അല്ല. ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കറക്റ്റാ, പക്ഷെ ഈ എക്സ്പ്രഷൻ ഇത് റേറ്റ് ലോ ഇക്വേഷൻ അല്ല. കാര്യം ഇവിടെ ഇവൻ കയറി വരുന്നുണ്ട്, ഇന്റർമീഡിയറ്റ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഇവനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ആദ്യത്തെ ഇക്വേഷൻ കണ്ടോ? അതൊരു ഇക്വിലിബ്രിയം ഇക്വേഷനാണ്. സോ ആ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആവും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദാറ്റ് ഇക്വേഷൻ ഇസ് കോൺസെൻട്രേഷൻ ഓഫ് N2O2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NO ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് N2O2 എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് N2O2 വിൽ ബി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO ദ ഹോൾ സ്ക്വയർ. ഇനി ഇവനെ പിടിച്ച് ഇത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഈ N2O2വിന് പകരം KEQ NO ദ ഹോൾ സ്ക്വയർ ഇൻറ്റു H2. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റാണ്, KEQ ഒരു കോൺസ്റ്റന്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു കോൺസ്റ്റന്റ് ആക്കി എഴുതാം, K ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, K ഡാഷ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തപ്പോൾ ഫൈനലി റേറ്റ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് the whole power stoichiometric coefficient, concentration of NO the whole power stoichiometric coefficient, concentration of NO the whole power 2 into concentration of H2 the whole power 1 വന്നു. അതായത് ഈ ഇക്വേഷനിൽ റിയാക്ടൻസ് മാത്രമായി. NO റിയാക്ടന്റ് ആണ്, H2 റിയാക്ടന്റ് ആണ്. NO is a reactant, H2 is also a reactant അല്ലേ? റിയാക്ടൻസ് നോക്കിയാൽ NOയും H2ഉം ആണ്. സോ ബേസിക്കലി ദിസ് ഇസ് ദ റേറ്റ് ലോ. ഇതാണ് റേറ്റ് ലോ. അപ്പൊ ഈ റേറ്റ് ലോയിൽ നിന്ന് ഓർഡർ എന്തായിരിക്കും? സോ ഓർഡർ വിൽ ബി ഈക്വൽ ടു 2 plus 1. Order of NO plus order of H2, that is 2 plus 1, that is equal to 3. അപ്പോൾ ഇതൊരു ബോണസ് ക്വസ്റ്റ്യൻ ആയിരിക്കും മക്കളെ. ഓപ്ഷൻസിൽ തന്നെ എറർ ഉണ്ട്. ഓക്കെ, സോ പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്.
ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇവിടെ ഇപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ തന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്തേനെ? സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇക്വിലിബ്രിയം അല്ല, ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ തന്നിട്ടില്ല, അതായത് ഇന്റർമീഡിയറ്റിനെയും റിയാക്ടന്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഇന്റർമീഡിയറ്റിന്റെ കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യണം. എന്നാലല്ലേ ഈ ഇക്വേഷനിൽ N2O2 പകരം അവനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, റിയാക്ടൻസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അതിനാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ചേഞ്ചസ് ഇൻ. ഇതിലേതിലാണ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ചേഞ്ച് ആവുന്നത്? ഒബ്വിയസ്ലി ഫസ്റ്റ് റിയാക്ഷൻ കണ്ടാൽ മനസ്സിലാവും. H2SO4 ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്, H2 0 ആണ്, അപ്പോൾ മാറുന്നുണ്ട്. സെക്കൻഡ് റിയാക്ഷൻ നോക്കാം. H2SO4 +1 ആണ്, ഇവിടെ H2O +1 ആണ്, മാറുന്നില്ല. അപ്പോൾ H2SO4 റിയാക്ടൻ സൈഡിലും +1, പ്രോഡക്റ്റ് സൈഡിലും +1. ഇവിടെ HNO3 +1 ആണ്, പ്രോഡക്റ്റ് സൈഡിലും +1 ആണ്, അപ്പോൾ അവിടെ മാറുന്നില്ല. ഇവിടെ HCl +1 ആണ്, ഇവിടെ +1 ആണ്, H2O +1 ആണ്. ഈ H2O ശരിക്കും പ്രോഡക്റ്റ് സൈഡിലാണ് കേട്ടോ വരേണ്ടത്, ഈ H2O ഇവിടെയാണ് കേട്ടോ വരേണ്ടത്. അത് ഓപ്ഷൻസ് എഴുതിയപ്പോൾ അവിടെ വന്നു എന്നേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ്, ഈ H2O കംസ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ്. അപ്പോൾ ഇവിടെ മാറ്റം വരുന്നില്ല. ഇനിയിപ്പോൾ HClO4 ഹൈഡ്രജൻ ഇസ് ഇൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പ്രോഡക്റ്റ് സൈഡിൽ വാട്ടർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലും റിയാക്ടൻ സൈഡിലും മാറുന്നില്ല. അപ്പോൾ ആകെ ഫസ്റ്റ് റിയാക്ഷനിൽ മാത്രമേ മാറുന്നുള്ളൂ, ഓൺലി 1. ഓക്കെ ആണോ മക്കളെ? റെഡി ആണോടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Cr3+ form 4 complexes with 4 different ligands which are CrCl63-, CrH2O63+, CrNH363+, and CrCN63-. The order of CFSC in these complexes are. മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, λ0 is directly proportional to strength of ligand. λ0 is directly proportional to strength of ligand. അതേപോലെ തന്നെ λ0 is also directly proportional to oxidation number or basically charge of central metal atom. It's also directly proportional to charge of central metal atom. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ക്രോമിയം +3 ആണ്. അപ്പോൾ ഈ ഫാക്ടർ എല്ലായിടത്തും സെയിം ആണ്. ഇനി നോക്കേണ്ടത് സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് ആണ്. സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് കൂടുമ്പോൾ λ0 കൂടുന്നു. അത് നിങ്ങൾക്കറിയാം, CN- സ്ട്രോങ്ങർ ലിഗാൻഡ്, അത് കഴിഞ്ഞിട്ട് NH3 വരുന്നു, അത് കഴിഞ്ഞിട്ട് H2O വരുന്നു, അത് കഴിഞ്ഞിട്ട് Cl വരുന്നു. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെയായിരിക്കും λ0ൻ്റെ വാല്യൂസ്. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരുന്നത് 2 ആണ്. 89 2 ആയിട്ട് വരും അല്ലേ? 89ൻ്റെ ആൻസർ 2 ആണ്. നെക്സ്റ്റ് ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോമ്പൗണ്ട് ലിബറേറ്റ് CO2 with NaHCO3 and also given color with neutral FeCl3 solution. Compound can be കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് സോഡിയം ബൈകാർബണേറ്റ് കാർബോക്സിലിക് ആസിഡേ തരുള്ളൂ. അവിടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി മക്കളെ, 1 ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ പക്ഷേ ന്യൂട്രൽ FeCl3 ഫീനോളിൻ്റെ ടെസ്റ്റ് അല്ലേ, കാർബോക്സിൽ ആസ് ഇൻ ഇവിടെ നോർമൽ ആൽക്കഹോൾ അല്ലേ, ഫീനോളിൻ്റെ ടെസ്റ്റ് അത് തരുമോ, ആസ് ഇൻ ഈ കോമ്പൗണ്ട് തരുമോ? മക്കളെ, കാർബോക്സിലിക് ആസിഡ്സിന് ന്യൂട്രൽ FeCl3 ടെസ്റ്റ് തരാനായിട്ട്, അതായത് ഒരു കളേർഡ് സോൾട്ട് തരാനായിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഇല്ല. പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, സോ ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ വരുന്നത് 1 ആണ്. ഇനിയിപ്പോൾ എങ്ങാനും അവർ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, ന്യൂട്രൽ FeCl3 ടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഫീനോളിൻ്റെ ടെസ്റ്റാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ കാർബോക്സിലിക് ആസിഡ് ക്യാൻ ഓൾസോ ഗിവ് എ കളേർഡ് സോൾട്ട് വിത്ത് FeCl3. അത് നിങ്ങൾ മനസ്സിലാക്കണം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, aniline when treated with concentrated HNO3 and H2SO4 gives you. Aniline when treated with concentrated HNO3 and H2SO4 എന്താ കിട്ടുക മക്കളെ? പാരാ, മെറ്റ ആൻഡ് ഓർത്തോ കിട്ടും. അതിൽ നിങ്ങൾക്കറിയാം, പാരയ്ക്ക് പാരാനൈട്രോ അനിലീൻ, മെറ്റാനൈട്രോ അനിലീൻ, പാരാനൈട്രോ അനിലീൻ, മെറ്റാനൈട്രോ അനിലീൻ ആൻഡ് ഓർത്തോനൈട്രോ അനിലീൻ.
നിങ്ങൾക്കതിൻ്റെ ശതമാനവും അറിയാം അല്ലേ. പാരാനൈട്രോ അനിലി എന്ന് പറയുമ്പോൾ 51%, മെറ്റ എന്ന് പറയുമ്പോൾ 47%, ഓർത്തോ എന്ന് പറയുമ്പോൾ 2%. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻസിൽ മെറ്റ നൈട്രോ അനിലീൻ ഉണ്ട്. സോ ഓബിയസ്ലി ഗോ ഫോർ ദാറ്റ്. 91 2 ആയിരിക്കും ആൻസർ. 91 ആൻസർ 2 ആയിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് Zn2+/Zn and Ag+/Ag are -0.763 and 0.799. E cell is electrode potential of the cell is standard potential of the cell is not electrode potential, standard potential. So E cell is always simple logic പറയുകയാണെങ്കിൽ big reduction potential minus small reduction potential. Big reduction potential minus small reduction potential. അപ്പോൾ ഇവിടെ big reduction potential ഏതാ 0.799 minus small reduction potential minus 0.763. ഇത് എത്രയായിരിക്കും മക്കളെ ആൻസർ വരുന്നത്? This would be 1.56, approximately 1.56 വരും അല്ലേ. സോ 92യുടെ ആൻസർ വരുന്നത് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The specific conductance of a 0.1 normal KCl solution at 23 degrees Celsius is 0.0112. Specific conductance എന്ന് പറയുമ്പോൾ കപ്പ. The resistance of the cell containing the solution at the same temperature was found to be 55 ohm. The cell constant will be. മക്കളെ നിങ്ങൾക്കറിയാം G into G star is equal to കപ്പ. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. G എന്ന് വെച്ചാൽ കണ്ടക്ടൻസ്, G സ്റ്റാർ എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ്. അപ്പോൾ G സ്റ്റാർ എത്രയായി മക്കളെ? ഇത് ആക്ച്വലി 10-day ചാലഞ്ചിൽ ചെയ്യിപ്പിച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ G സ്റ്റാർ എത്രയായി മക്കളെ? G സ്റ്റാർ വിൽ ബി കപ്പ ഡിവൈഡഡ് ബൈ G. കപ്പ ഡിവൈഡഡ് ബൈ G, അതായത് കപ്പ ഇൻറ്റു റെസിസ്റ്റൻസ്. കാര്യം 1/G എന്ന് വെച്ചാൽ 1 കണ്ടക്ടൻസ് ഇസ് റെസിസ്റ്റൻസ്. അപ്പോൾ കപ്പ എത്രയാണ്? 0.0112. റെസിസ്റ്റൻസ് എത്രയാണ്? 55. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.616. ഓക്കെ, 93.4 ആണ് ആൻസർ ആയിട്ട് വരിക. 93.4 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഓവറോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഗവേൺഡ് ബൈ ദ റേറ്റ് ഓഫ് ഫാസ്റ്റസ്റ്റ് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ്. അല്ല, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഡിപെൻഡന്റ് ഓൺ ദ or is governed by the rate of the slowest step. Sum of the rates of all intermediate steps, average rates of all intermediate step, rate of slowest step. Rate of slowest step. 94.4 ആണ് ആൻസർ ആയിട്ട് വരിക. Next, which of the following compounds is square planar and does not have any unpaired electrons? ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും മക്കളെ. NiCO4 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആണ്, NiCl4 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആണ്. ഇത് എന്തായാലും ഒക്ടാഹെഡ്രൽ ആണ്, കാര്യം കോർഡിനേഷൻ നമ്പർ 6 ആണ്. സോ ദിസ് ഇസ് ഒക്ടാഹെഡ്രൽ. ദി ആൻസർ ഇസ് ദിസ്. ഇതാണ് നമ്മുടെ സ്ക്വയർ പ്ലേനാർ ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ്. സ്ക്വയർ പ്ലേനാർ ഡയാമാഗ്നറ്റിക് അല്ലേ. ഇപ്പം നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. നിക്കൽ ഇസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +2 എന്ന് പറയുമ്പോൾ 3d8 4s0. 3d8 4s0. അപ്പോൾ 3d8 എന്ന് പറയുമ്പോൾ 8 ഇലക്ട്രോൺ ഇവിടെ ഓക്യുപ്പൈ ചെയ്യണം. ആൻഡ് അണ്ടർസ്റ്റാൻഡ് CN മൈനസ് ഒരു സ്ട്രോങ് ഫീൽഡ് ഗ്യാനാണ്. അപ്പോൾ 1 2 3 4 5 6 7 8 CN മൈനസ് സ്ട്രോങ് ഫീൽഡ് ഗ്യാനാണ്. ഇവിടെ ഒരു പെയറിംഗ് നടത്തുക മക്കളെ. ഇവിടെ പെയറിംഗ് നടത്തുമ്പോൾ എന്ത് പറ്റും? പെയറിംഗ് നടത്തുമ്പോൾ ഇവിടുത്തെ ഈ ഇലക്ട്രോൺ ഇവിടെ പെയർഡാവും. ഇവിടെ നമുക്കൊരു വേക്കൻറ്റ് ഡി ഓർബിറ്റൽ കിട്ടും. അതും ഒരു 4s ഓർബിറ്റലും 2 4p ഓർബിറ്റലും കൂടി ചേർന്ന്. ഇവിടെ 3 4p ഉണ്ട്, ഇവിടെ ഒരു 4s ഉണ്ട്, ഇവിടെ 5 3d ഉണ്ടല്ലോ. അപ്പോൾ ഒരു 3d ഓർബിറ്റലും ഒരു 4sഉം 2 4pയും കൂടി ചേർന്ന് DsP2 ഹൈബ്രിഡൈസേഷനിലേക്ക് നീങ്ങും. ദാറ്റ് മീൻസ് സ്ക്വയർ പ്ലെയിനാർ. DsP2 എന്ന് പറയുമ്പോൾ തന്നെ സ്ക്വയർ പ്ലെയിനാർ അല്ലേ. സോ ഡയാമാഗ്നറ്റിക് ആണ്. 4 വിൽ ബി ദി ആൻസർ. നിക്കലിൻ്റെ കോംപ്ലക്സുകളൊക്കെ ചെയ്യാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. NiCl4 ടെട്രാഹെഡ്രലാണ്, പാരാമാഗ്നറ്റിക് ആണ്. NiCO4 ടെട്രാഹെഡ്രലാണ്, പക്ഷേ ഡയാമാഗ്നറ്റിക് ആണ്. NiCN4 സ്ക്വയർ പ്ലെയിനാർ ആണ്, പക്ഷേ ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് E0 ഓഫ് MnO4 -/MnO2 given that MnO4 - / reduction potential is 1.51, MnO2/Mn2+ is 1.23. ഇതൊരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നോക്കുക. MnO4 മൈനസ് 5 ഇലക്ട്രോൺ എടുത്താൽ നമുക്ക് Mn2+ കിട്ടും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ലെറ്റ് അസ് സേ ഞാൻ ഇതിനെ E1 എന്ന് വിളിക്കുകയാണ് കേട്ടോ. E1 is equal to 1.51. അതേപോലെ തന്നെ MnO2 നമുക്ക് എത്ര ഇലക്ട്രോൺ എടുത്താൽ? 3 ഇലക്ട്രോൺ എടുത്താലാണ് നമുക്ക് Mn2+ കിട്ടുക അല്ല. കാര്യം MnO2 മാംഗനീസ് ഇസ് ഇൻ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, Mn2+ +2 ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺ എടുക്കുക.
MnO2 to Mn2+ അല്ലേ? അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ എടുക്കണം. 3 അല്ല, 2 ഇലക്ട്രോൺ എടുക്കണം. ഓക്കെ, 2 ഇലക്ട്രോൺസ് എടുക്കുന്നു, നമുക്ക് Mn2+ കിട്ടുന്നു. നമ്മൾ ഇതിനെ E2 എന്ന് വിളിക്കുന്നു. E2 is 1.23. ഇനി നമ്മുടെ ടാർഗറ്റ് ഇക്വേഷൻ എഴുതുക. ടാർഗറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ MnO4 മൈനസ് MnO2 ആവുന്നത്. MnO4 മൈനസ് MnO2 ആവാനായിട്ട് 3 ഇലക്ട്രോൺ എടുക്കണം, എന്നാലേ MnO2 ആവുള്ളൂ. അപ്പോൾ ഇത് E3. ഈ E3യുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫസ്റ്റ് ഇക്വേഷൻ, ഇതിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആണ്, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ, ഈ ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടും. ഇത് തേർഡ് ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കുക മക്കളെ. സബ്ട്രാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഈ ഇക്വേഷൻ ആദ്യം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. ഈ ഇക്വേഷൻ ആദ്യം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതാണ് സബ്ട്രാക്ഷൻ. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യാന്ന് വെച്ചാൽ തിരിച്ച് ചെയ്തിട്ട് റിവേഴ്സ് ആയിട്ട് ഈ റിയാക്ഷനായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? ഈ MnO2 റൈറ്റ് സൈഡിൽ വരും, ഈ Mn2+ ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വന്ന Mn2+ഉം ഇതും ക്യാൻസൽ ആയി പോകും. ഈ 2 ഇലക്ട്രോൺ റൈറ്റ് സൈഡിൽ വരും. ഇവിടെ 5 ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിലുണ്ട്. 5 - 2 3. അപ്പോൾ 3 ഇലക്ട്രോൺ ഇവിടെ വരും. MnO4 മൈനസ് ഇവിടെ ഉണ്ട്. MnO2 റൈറ്റ് സൈഡിൽ വരും. കാര്യം ഇത് ഫ്ലിപ്പ് ചെയ്യാണല്ലോ. അപ്പോൾ ബേസിക്കലി 1 - 2 ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു തേർഡ് ഇക്വേഷൻ. ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കാനായി, ആസ് ഇൻ നിങ്ങൾ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതേ സംഭവം തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് അപ്ലൈ ചെയ്യും. E1 - E2 is equal to E3 എന്ന് എഴുതി കളയും. മക്കൾ അങ്ങനെ എഴുതരുത്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിനെ അങ്ങനെ ആഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഗിബ്സ് ഫ്രീ എനർജീനെ അങ്ങനെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. അതായത് ഇവിടെ ഇപ്പോൾ 1 - 2 is equal to 3. ദാറ്റ് മീൻസ് ΔG1 - ΔG2 is equal to ΔG3 ΔG1 എന്ന് വെച്ചാൽ എന്താണ്? ΔG1 നിങ്ങൾക്കറിയാം. ΔG is equal to ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് is equal to -NFE അല്ലേ? അപ്പോൾ ΔG1 is nothing but ഫസ്റ്റ് ഇക്വേഷനിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 5. അപ്പം -5 × F × E1. അതേപോലെ തന്നെ -ΔG2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇക്വേഷനിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 2. അപ്പം -2. ഈ മൈനസ് പുറത്തുള്ള മൈനസ്, അത് കഴിഞ്ഞിട്ട് -NFE2 ആണല്ലോ, അത് -NFE ആണല്ലോ. അപ്പം -2 × F × E2. E2 is what? E2 തന്നെ ഇടാം തൽക്കാലം. ദാറ്റ് ഈസ് ഈക്വൽ ടു ΔG3. ΔG3 is തേർഡ് ഇക്വേഷനിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 3. അപ്പം -3 × F × E3. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ FF ക്യാൻസൽ ആയി പോയി. നമുക്ക് 2FE2 -5 F ക്യാൻസൽ ആയി പോയി. Fന് ഇനി വേണ്ട. 2E2 - 5E1 is equal to -3E3. അതായത് E3 will be equal to -3നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 5E1 - 2E2 ഡിവൈഡഡ് ബൈ 3. കാര്യം -3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ മൈനസ് പ്ലസ് ആവും, ഈ പ്ലസ് മൈനസ് ആവും. അപ്പോൾ 5E1 - 2E2 ഡിവൈഡഡ് ബൈ 3 അല്ലേ? ദാറ്റ് മീൻസ് E3 ഇസ് നത്തിങ് ബട്ട് 5E1 എന്ന് പറയുമ്പോൾ എന്താണ്? 5 × 1.51 -2E2 എന്ന് പറയുമ്പോൾ 2 × 1.23 ഡിവൈഡഡ് ബൈ 3. 5 × 1.51 എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ക്ലോസ് ടു 7.5. സോ 7.55 -2.46 ഡിവൈഡഡ് ബൈ 3. ഓക്കെ ആണോ മക്കളെ? സോ ദിസ് വിൽ ബി ഹൗ മച്ച്? ഇതെത്ര വരൂടാ? 7.55 2.46 59 വരും, 0 വരും, 5 വരും. 5.09 ഡിവൈഡഡ് ബൈ 3. 5.09 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ക്ലോസ് ടു 4 വരും അല്ലേ? 1.69. യാ, 4 വിൽ ബി ദി ആൻസർ, ക്ലോസ് ടു. ഓക്കെ, സോ 96ൻ്റെ ആൻസർ വരുന്നത് 4 ആണ് കേട്ടോ. 96ൻ്റെ ആൻസർ വരുന്നത് 4 ആണ്. അപ്പോൾ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, റിയാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിനെ അതേപോലെ തന്നെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നിൽക്കരുത് മക്കളെ. ഗിബ്സ് ഫ്രീ എനർജീനെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. കാര്യം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ആർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി.
ഗിബ്സ് ഫ്രീ എനർജി ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ റിയാക്ഷൻസ് ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും എനർജി, ഇപ്പോൾ എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി ഒക്കെ ഇതേപോലെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. 1.2% NaCl solution is isotonic with 7.2% glucose solution. What will be the Van't Hoff factor of I? Van't Hoff factor of I 2 ആയിട്ട് എടുക്കല്ലേ മക്കളെ, ഇത് ഡേറ്റ വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഡേറ്റ ഒന്നും തന്നിട്ടില്ലെങ്കിൽ NaCl സ്ട്രോങ് ഇലക്ട്രോളായിട്ട് എടുക്കാം, ഐയുടെ വാല്യൂ 2 ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ ഡേറ്റ വെച്ചിട്ട് കണ്ടുപിടിക്കണം. സോ ബേസിക്കലി എല്ലാവരും നോക്കുക, നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ ഓഫ് NaCl. ഇറ്റ്സ് ഗിവൺ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് NaCl ഇസ് ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഗ്ലൂക്കോസ് അല്ലേ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് NaCl ഇസ് I ഇൻറ്റു മൊളാരിറ്റി ഓഫ് NaCl, molarity of NaCl into R into T, which is equal to I into CRT of glucose. പക്ഷേ ഗ്ലൂക്കോസിൻ്റെ വാൻറ്റ് ഓഫ് ഫാക്ടർ 1 ആണ് അല്ലേ, കാര്യം അത് ഡിസോസിയേറ്റ് ചെയ്യില്ല, ഇറ്റ്സ് എ നോൺ ഇലക്ട്രോളൈറ്റ്. അപ്പോൾ C ഓഫ് ഗ്ലൂക്കോസ് ഇൻറ്റു R ഇൻറ്റു ടി, R ഇൻറ്റു ടി എന്തായാലും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ഐയുടെ വാല്യൂ വരാൻ പോകുന്നത് C of glucose divided by C of NaCl, അതായത് മൊളാരിറ്റി ഓഫ് ഗ്ലൂക്കോസ് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഓഫ് NaCl ആണ്. പക്ഷെ അവർ തന്നിരിക്കുന്നത് എന്താണ്? 1.2% ഓഫ് NaCl. ഇവിടെ 1.2% എന്ന് ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ബൈ വോള്യൂം ആണ് കേട്ടോ. സോ 1.2% ഓഫ് NaCl സൊല്യൂഷൻ ആൻഡ് 7.2% ഗ്ലൂക്കോസ് സൊല്യൂഷൻ. എല്ലാവരും നോക്കുക മക്കളെ, 1.2% വെയിറ്റ് ബൈ വോള്യത്തിൻ്റെ അർത്ഥം എന്താണ്? That means if I take 100 milliliter, ആ 100 milliliterൽ 1.2 grams of NaCl ഉണ്ട്. 1.2 grams of NaCl ഉണ്ട്. ഓക്കെ, അതായത് 0.1 ലിറ്ററിൽ 1.2 grams of NaCl ഉണ്ട്. 0.1 ലിറ്ററിൽ 1.2 grams of NaCl ഉണ്ട്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. അതേപോലെ തന്നെ 7.2% വെയിറ്റ് ബൈ വോള്യത്തിൻ്റെ അർത്ഥം എന്താണ്? 7.2% വെയിറ്റ് ബൈ വോള്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് ഐ ടേക്ക് 100 milliliter വോള്യം, അതിൽ 7.2 grams ഗ്ലൂക്കോസ് ഉണ്ട്. 7.2 grams ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട്. അതായത് 0.1 ലിറ്ററിൽ 7.2 grams ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട്. 7.2 grams ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട്. സോ എല്ലാവരും നോക്കിക്കേ മക്കളെ, വാട്ട് വിൽ ബി ദ മൊളാരിറ്റി ഓഫ് NaCl? മൊളാരിറ്റി ഓഫ് NaCl ഇസ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യൂം അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോള്യൂം. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl എന്താ? മാസ്. നമ്മളിപ്പോൾ 100 milliliter സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കും. 100 milliliter സൊല്യൂഷനിൽ 1.2 grams ഓഫ് NaCl ഉണ്ട്. സോ 1.2 grams ഓഫ് NaCl എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1.2 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് NaCl. മോളാർ മാസ് ഓഫ് NaCl is 58.5 ഡിവൈഡഡ് ബൈ വോള്യൂം. 100 milliliter എന്ന് പറയുമ്പോൾ 0.1. സോ ദിസ് വിൽ കം ഔട്ട് ടു ബി 12 ഡിവൈഡഡ് ബൈ 58.5. അതേപോലെ തന്നെ മൊളാരിറ്റി ഓഫ് ഗ്ലൂക്കോസ് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ഡിവൈഡ് ബൈ വോള്യൂം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് മാസ്. ഞാനിപ്പോൾ 100 milliliter ഗ്ലൂക്കോസ് സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കും. 100 milliliter എന്ന് പറയുമ്പോൾ 7.2 grams ഉണ്ട്. 7.2 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് എത്ര? 180. മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് 180 ഡിവൈഡഡ് ബൈ 0.1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 180. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 ഡിവൈഡഡ് ബൈ 58.5 ഡിവൈഡഡ് ബൈ NaCl ഗ്ലൂക്കോസിൻ്റെ ആദ്യം വരേണ്ടത് 72 ഡിവൈഡഡ് ബൈ 180 ഡിവൈഡഡ് ബൈ NaClൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ 58.5 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഓക്കെ ആണോ മക്കളെ? അല്ലേ, ഡിവൈഡഡ് ബൈ 12, 72 ഡിവൈഡ് ബൈ 180 മൊളാരിറ്റി ഓഫ് ഗ്ലൂക്കോസ് ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് ബൈ 58.5. അപ്പോൾ 58.5 മേളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ 6 വരും. സോ ദാറ്റ് ഈസ് ക്ലോസ് ടു എത്രയാണ് മക്കളെ? ദിസ് വിൽ ബി 6 ഇവിടെ പോയി 30 വരും. 58.5 ഡിവൈഡഡ് ബൈ 30. 58.5 ഡിവൈഡഡ് ബൈ 30 ക്ലോസ് ടു 2 തന്നെ വരും അല്ലേ, ക്ലോസ് ടു 2 തന്നെ വരും. ഓക്കെ, സോ നമ്മൾ ആദ്യം അപ്രോക്സിമേറ്റ് ചെയ്ത വാല്യൂ തന്നെയാണ് ഇവിടെ വരിക ഒബ്വിയസ്ലി. കാര്യം ഡേറ്റയുടെ വാല്യൂം ഡേറ്റ തരാത്ത 2 എന്നുള്ള വാല്യൂം ഡേറ്റ തന്നിട്ടുള്ള വാല്യൂ വിൽ ബി ക്ലോസർ. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം NaCl ഇസ് എ സ്ട്രോങ് ഇലക്ട്രോളൈറ്റ് എന്നുള്ളത്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ട്രൈക്ലോറോ അസറ്റാൽഡിഹൈഡ്
CCl3CHO reacts with chlorobenzene in presence of sulfuric acid to give you DDT മക്കളെ. ഇത് DDT പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡാണ്. DDT എന്ന് വെച്ചാൽ എന്താണ്? ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. ഓക്കെ, അതായത് ബേസിക്കലി ഇതിൻ്റെ സ്ട്രക്ചർ വരാൻ പോകുന്നത് 4 ആണ്. 98ൻ്റെ ആൻസർ 4 ആണ് കേട്ടോ. DDT പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. ഹാലോ ആൽക്കൈൻസ് ഹാലോ അരീൻസിൽ അവസാനത്തെ ഇതില്ലേ, അതായത് യൂസസ് ഓഫ് ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആ ഭാഗത്താണ് ഇത് പറയുന്നത്. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, given below are two statements. Alkanes participate in substitution reaction. Alkanes participate in substitution reaction. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ആൽക്കെയിൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തൂടെ? അല്ലേ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീതെയിൻ പ്ലസ് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഗിവ്സ് യു ക്ലോറോമീതെയിൻ, അല്ലെങ്കിൽ ഡൈക്ലോറോമീതെയിൻ, അല്ലെങ്കിൽ ട്രൈക്ലോറോമീതെയിൻ, അല്ലെങ്കിൽ ടെട്രാക്ലോറോമീതെയിൻ. അവിടെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല നടക്കുന്നത്. ക്ലോറിൻ വന്ന് ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആൽക്കെയിൻസ് ആർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അത് പൊട്ടത്തെറ്റ. ആൽക്കെയിൻസ് ആർ സാച്ചുറേറ്റഡ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ട്രൂ, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഫാൾസ്. അപ്പോൾ 99 വരുന്നത് 4 ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. റിയാക്ഷൻസും അവരുടെ പേരുകളും കൊടുത്തിട്ടുണ്ട് മക്കളെ. എല്ലാവരും നോക്കുക. ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേതാണ്? റോസൻമൺസ് റിയാക്ഷൻ അല്ലേ? ദിസ് ഇസ് റോസൻമൺസ് അല്ലേ? ആസിഡ് ക്ലോറൈഡിനെ പലേഡിയം ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് BaSO4 ലിൻഡാസ് കാറ്റലിസ്റ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, ആൽഡിഹൈഡ് കിട്ടുന്നു. ദാറ്റ്സ് റോസൻമൺസ്. നെക്സ്റ്റ് റിയാക്ഷൻ ഏതാണ്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, കാനിസാരോ റിയാക്ഷൻ അല്ലേ? കാനിസാരോ. നെക്സ്റ്റ് ഏതാണ്? ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. നെക്സ്റ്റ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണ്. നെക്സ്റ്റ് വണ്ണോ HVZ റിയാക്ഷൻ അല്ലേ വരിക? HVZ റിയാക്ഷൻ. സോ 4, 3, 2, 1 വിൽ ബി ദി ആൻസർ. 4, 3, 2, 1. ഇവിടെ ഓപ്ഷൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ഈ പേജിൽ ഇല്ലാത്തതാണ്. ഓപ്ഷൻ വരുന്നത് ഒരു മിനിറ്റ് മക്കളെ, സാർ ഒന്ന് നോക്കട്ടെ. ഇതിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫോർ 3, 2, 1 ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ അല്ലേ? അതായത് ഓപ്ഷൻ 1 വരും. 1 വിൽ ബി ദി ആൻസർ. ഓക്കെ, 4, 3, 2, 1, 1 ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, കാരണം ഇവിടെ ഓപ്ഷൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓപ്ഷൻസ് ഉണ്ട്. സോ അതിൽ 4, 3, 2, 1 വരുന്നത് ഓപ്ഷൻ 1-ലാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. ഒന്നും കൂടി ഒന്ന് ചെയ്തു നോക്കുക മക്കളെ. പാടാന്ന് തോന്നിയവർക്ക് ഒന്നും കൂടി ഒന്ന് ചെയ്തു നോക്കുക. സാറ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. പക്ഷെ സ്വന്തമായിട്ട് കിട്ടാത്തവർക്ക് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, എവിടെയാണ് പാളിപ്പോയത്, എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ. ലാസ്റ്റ് നിമിഷമാണ്. അധികം ഇനി തല ഇതാക്കാനില്ല. അതായത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രോബ്ലംസിൽ കൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് എനിക്ക് പിഴവുണ്ട്. അപ്പോൾ പ്രോബ്ലംസിൽ കൂടെ പഠിക്കാൻ നോക്കുക. ലേൺ ത്രൂ പ്രോബ്ലംസ് വെച്ച് പഠിക്കാൻ നോക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ മക്കളെ, ലവ് യു ഗൈസ്, ബൈ.